السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين يا رب ഞങ്ങളുടെ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനേ. ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മൗത്തായി പോയ എല്ലാ ഖബറാളികൾക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഈ ജമാഅത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റസാഖ് മദനി ഉസ്താദ് അവർകൾ, ഇവിടുത്തെ ഉസ്താദ് അസൈനാർ സയ്യിദി ഉസ്താദ്, നാസിർ സയ്യിദി, മറ്റു പണ്ഡിതന്മാർ, നല്ലവരായ സഹോദര സഹോദരിമാർ, സൂര്യകുമാർ എന്ന് പറയുന്ന ഈ നാട്, മുമ്പും ഇവിടെ ഞാൻ വഅദിന് വന്നിട്ടുണ്ട്. 2001 അളക്കുമറ്റൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാനിവിടെ വഅദ് പറഞ്ഞിട്ടുണ്ട്. 24 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ഇത്ര പുരോഗമനമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു പള്ളി, ഒരു ഓടിട്ട പള്ളി. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഹൈവേ ഉഷാറായപ്പോൾ പള്ളിയും നാടൊക്കെ ഉഷാറായി. അല്ലാഹു നമ്മുടെ നാട് വലിയ ബർക്കത്തിന്റെ നാടാക്കി കബൂൽ ചെയ്യട്ടെ. ഇവിടുത്തെ ഉസ്താദുമാരെല്ലാം റസാഖ് മദനി ഉസ്താദ് മുമ്പേ ബന്ധമുള്ള ആളാണ്. ഖതീബ് ഉസ്താദ് നമ്മുടെ നാട്ടുകാരാണ്.
നാസർ സാരി ഉസ്താദ് ഏകദേശം 35 കൊല്ലത്ത് പരിചയമുണ്ട്. മറ്റത് സാരി തന്നെ ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ. അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്തും സന്തോഷം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോ തെറ്റിദ്ധരിച്ചതുപോലെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ EK ഉസ്താദും EP ഉസ്താദിലും കൂടി ഉണ്ടാക്കിയ ഒരു സംഗതി എന്നാരോ മനസ്സിലാക്കി. അത് മുമ്പുള്ളതല്ല, ഇപ്പോ സമസ്തന്റെ ആലിമുകൾ കൂടി ഉണ്ടാക്കിയതാണെന്നാണ് ചിലവരുടെ ധാരണ. അത് തെറ്റാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ആ മതം അല്ലാഹുവിന്റെ മതമാണ്. അവനടുക്കൽ സ്വീകാര്യമായതും ആ മതം തന്നെയാണ്. ആ മതത്തിനെ ലോകത്ത് പ്രചരിപ്പിക്കാൻ അല്ലാഹു തആല ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ അമ്പിയാക്കളെല്ലാം ഈ ലോകത്ത് പ്രബോധനം ചെയ്തത് ഇസ്ലാം ദീനിനെയാണ്. അമ്പിയാക്കൾ അവസാനിച്ചതോടുകൂടെ ദീൻ അവസാനിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീൻ നിലനിൽക്കും. ആ ദീൻ നിലനിർത്താൻ അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ടവരാണ് പണ്ഡിതന്മാർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കൾ ഏതൊരു ഡ്യൂട്ടിയാണോ ഇവിടെ നിർവഹിച്ചത്, അതേ ഡ്യൂട്ടി നിർവഹിക്കുകയാണ് ലോകത്ത് പണ്ഡിതന്മാർ. അപ്പൊ അമ്പിയാക്കളിലൂടെ, പണ്ഡിതന്മാരിലൂടെ, മഹത്തുക്കളിലൂടെ, ഔലിയാക്കളിലൂടെ, സ്വഹാബത്തിലൂടെ ലോകത്ത് പ്രചരണം നടത്തപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ ഖുർആനിനെ ഇറക്കിയത് അല്ലാഹു തആലയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ ഓതുന്ന ഓതലും അധികരിപ്പിക്കലും സുന്നത്തായ അൽ കഹഫ് സൂറത്തിന്റെ തുടക്കത്തിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹ്, സ്തുതികൾ മുഴുവനും അല്ലാഹുവിനിക്കാണ്. അൻസല, അവനാണ് ഇറക്കിയിരിക്കുന്നത്, അലാ അബ്ദിഹി, അവന്റെ അടിമയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൽ കിതാബ, പരിശുദ്ധ ഖുർആനിനെ. അവിടെ അൻസല എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു, മക്കയിലെ അബൂജഹൽ അടക്കം പരിശുദ്ധ ഖുർആനിനെ കളിയാക്കുന്നത് പച്ചക്കളമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് പരിശുദ്ധ ഖുർആൻ എന്ന വാദത്തെ അല്ലാഹു പൊളിച്ചുകൊണ്ട് പറയാണ്, അൻസല, മേൽഭാഗത്തിൽ നിന്ന് സമാവിയായ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഒരാൾ ഇവിടെ നിർമ്മിച്ചുണ്ടാക്കിയ ഗ്രന്ഥമാണ് എങ്കിൽ അറബിയിൽ അതിനേക്ക് അൻസല എന്ന് പറയാൻ പറ്റൂല. അതിനേക്ക് ഇഫ്തറ എന്നൊക്കെ പറയാം, നിർമ്മിച്ചുണ്ടാക്കിയ സംഗതി എന്ന. നേരെ മറിച്ച് മേൽഭാഗത്തിൽ താഴോട്ട് ഇറക്കപ്പെട്ടതിനേക്കാണ് അൻസല എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. മനുഷ്യർക്ക് അതിൽ ഒരു അവകാശവും ഇല്ല. ആ പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിന്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആനാകുന്ന അല്ലാഹുവിന്റെ കലാമിൽ
പടച്ച തമ്പുരാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം പരിശുദ്ധ ഇസ്ലാമാണ്. ഇനി നിങ്ങൾ ഇസ്ലാം മാത്രമേ സ്വീകരിക്കുന്ന മതമുള്ളൂ. ഇസ്ലാം അല്ലാത്ത ലോകത്തെത്ര മതങ്ങളുണ്ട്, അതെല്ലാം ദൈവിക മതം അല്ല, അതെല്ലാം മനുഷ്യ നിർമ്മിത മതമാണ്. മലയാളം തിരിയുന്നോന്ന് എനിക്കറിയില്ല, സൂര്യകുമാർ തിരിയാണ്ടിരിക്കില്ല. ഇസ്ലാമല്ലാത്ത മതങ്ങളെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയ മതമാണ്. ഇസ്ലാം ഒരാളും ഉണ്ടാക്കിയ മതമല്ല, അത് അല്ലാഹുവിന്റെ മതമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ മതമായപ്പോൾ ആ മതത്തിന്റെ നിയമങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ നിയമങ്ങളാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാം പഠിച്ച പണ്ഡിതന്മാർ മതത്തിന്റെ ഒരു നിയമം പറഞ്ഞാൽ അവർ ഇന്ന് വരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. മഹാനായ കനിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും താജുൽ ഉലമ ഉളാളം തങ്ങൾ പാപ്പയും കാന്തപുരം ഉസ്താദും നൂറുൽ ഉലമ എം എ ഉസ്താദും അങ്ങലാവരും ഖാദിയും കാസർഗോഡ് ഖാദിയും നമ്മുടെ പഴയ കാലത്തെ പണ്ഡിതന്മാർ ആരും കൊടുത്ത ഫത്വ ഇന്നവരെ മാറ്റേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമം ആ മതം അല്ലാഹുവിൻ്റെത് ആയതുപോലെ ആ മതത്തിന്റെ നിയമങ്ങളും റബ്ബിന്റെ നിയമങ്ങളാണ്. ഇന്ന് വരെ ഒരു പണ്ഡിതൻ പഠിച്ചുകൊണ്ട് മതം പറഞ്ഞാൽ ആ മതത്തിന്റെ നിയമം ഇന്ന് വരെ മാറ്റേണ്ടി വന്നിട്ടില്ല. അറിയില്ലേ, ഈ നാട്ടുകാരനല്ലേ സൈനുൽ ഉലമ മാണി ഉസ്താദ്? എത്ര കൊല്ലമായി ദർസ് എടുക്കാൻ തുടങ്ങിയിട്ട്? 50-ലധികം കൊല്ലമായില്ലേ? ഇപ്പോഴും നിരവധി മഹല്ലിന്റെ ഖാദിയല്ലേ? ഇന്ന് വരെ കൊടുത്തവര് ഫത്വ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അവരൊക്കെ മതം പഠിച്ചവരാണ്. മതം പഠിച്ചുകൊണ്ട് ഒരാൾ ഒരു നിയമം പറഞ്ഞാൽ അതിനെ മാറ്റി പറയേണ്ടി വരില്ല. എന്നാൽ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങള് ദിവസവും മതത്തിന്റെ നിയമം മാറി മാറി വരികയാണ്. എന്തുകൊണ്ട്? അത് ദൈവത്തിന്റെ മതമല്ല, പടച്ച തമ്പുരാന്റെ മതമല്ല, അത് മനുഷ്യൻ നേടി വെച്ച് അവൻ നിർമ്മിച്ചുണ്ടാക്കിയ മതമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇന്നൊരു നിയമം പറയുന്നു, നാളെ മറ്റൊരു നിയമം പറയുന്നു, മറ്റന്നാള് മറ്റൊരു നിയമം പറയുന്നു. അവരെ നിയമത്തിന് സ്ഥിരതയില്ല. ഇനി നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന മതം പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമരം സ്വീകരിക്കുന്ന മതമാണെന്ന് പറഞ്ഞ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിൽ പറഞ്ഞത് കാണാം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാഹു സ്വീകരിച്ച മതമാണ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് സൂറത്തു ആൽ ഇംറാനിൽ എന്താ പറയുന്നത്? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, ഇസ്ലാം അല്ലാത്ത വല്ലതിനെയും ഒരാൾ ദീനായി തേടി പോകുകയാണ് എങ്കിൽ, ഇസ്ലാം അല്ലാത്തതിനെ മതമായി തേടി പോകുകയാണ് എങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അതൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ മതമായി തേടിപ്പോകുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല. പോരാ, ഖുർആൻ പറയുന്നു, അങ്ങനെ തേടിപ്പോകുന്നവൻ മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത വല്ല മതത്തിനെയും തേടിപ്പോകുകയാണ് എങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്.
അവ വിജയിക്കുന്ന മതം ഇസ്ലാമിന്റെ മതം, ഇസ്ലാമാകുന്ന മതമാണ്. അത് അല്ലാഹ് സ്വീകരിച്ച മതമാണ്. അതല്ലാത്തതിനെ തേടി പോകുകയാണ് എങ്കിൽ ആഖിറത്തിൽ അത് പരാജയപ്പെടുന്നവരാണ്. ആഖിറം വിജയിക്കണോ, ഇസ്ലാം മുറുകെ പിടിക്കണം. ഇസ്ലാം മുറുകെ പിടിക്കണം. ഇസ്ലാമല്ലാത്ത വല്ല മതം ഇവിടെ ആരെങ്കിലും മുറുകെ പിടിച്ചാല് ഒരു പക്ഷേ അവരെ രാഷ്ട്രീയ ബലം കൊണ്ട് ദുനിയാവിൽ രക്ഷപ്പെട്ടേക്കാം, ദുനിയാവിൽ വിജയിച്ചേക്കാം. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത മതം തേടി പോകുന്നവര് ആഖിറത്തിലെത്തുമ്പോൾ അവർ പരാജയപ്പെട്ടവരാ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ മതത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു പേരെന്താണ്? ദീനുൽ ഇസ്ലാം. അതാണ് സത്യമതം എന്ന് പറഞ്ഞു. അതിനെയാണ് ജനങ്ങൾ തേടേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ അതേ മതത്തിന് പരിശുദ്ധ ഖുർആനിൽ വേറെയും ചില പേരുകൾ കാണാം. ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിനിക്ക് വേറെയും ചില പേരുണ്ട്. എന്താണ് ആ പേര്? ആ പേരാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇസ്ലാമാണ് സത്യമതം എന്ന് പറഞ്ഞ അല്ലാഹു അതേ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും അല്ലാഹ് പറയാണ് ഇഹ്ദിനാ, ഞങ്ങളെ നീ ഉറപ്പിച്ചു തരണം അല്ലാഹ്. ഇമാം ബൈളാവി തങ്ങളെ തഫ്സീറിൽ കാണാം സബ്ബിത്നാ, ഞങ്ങളെ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. നേരത്തെ ഇസ്ലാം അല്ലാഹ് സ്വീകരിക്കുന്ന മതമാണെന്ന് പറഞ്ഞു. അതേ ഖുർആൻ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പറയാണ് സിറാത്തുൽ മുസ്തഖീമിൽ നമ്മളെ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു തരാൻ വേണ്ടി പറയണമെങ്കിൽ അത് അല്ലാഹ് സ്വീകരിച്ച മതമാകണ്ടേ. അപ്പൊ ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോഴോ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോഴോ അത് രണ്ടും ഒന്ന് തന്നെയാണ്. മതത്തിന്റെ രണ്ട് പേര് ഞാൻ ഖുർആനിൽ പറഞ്ഞു. ഒന്ന് ദീനുൽ ഇസ്ലാം എന്ന് മതത്തിന്റെ പേരാണ്, സിറാത്തുൽ മുസ്തഖീം അത് മതത്തിന്റെ മറ്റൊരു പേരാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയിൽ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹ് നമ്മളോട് പഠിപ്പിക്കുമ്പോ അതേ പരിശുദ്ധ ഖുർആനിൽ വീണ്ടും അല്ലാഹ് പറയുന്നത് കണ്ടില്ലേ? സൂറത്തുൽ അൻആമിലെ കാണാം. അൻആം സൂറത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരായത്ത് കാണാം. അല്ലാഹ് പറയാണ് വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ വഅന്ന ഹാദാ, തീർച്ചയായും ദീനുൽ ഇസ്ലാമാകുന്നത് സിറാത്തീ മുസ്തഖീമാ, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ വഴി, റബ്ബിലേക്കുള്ള വഴി, റസൂലുള്ള പഠിപ്പിച്ച വഴി, അമ്പിയാക്കൾ പഠിപ്പിച്ച വഴി, സ്വഹാബത്ത് പഠിപ്പിച്ച വഴി, പിൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ മദ്ഹബിന്റെ ഇമാമികൾ പഠിപ്പിച്ച വഴി, അത് സിറാത്തുൽ മുസ്തഖീം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് മുസ്തഖീമായ വഴിയാ. എന്നിട്ട് ഖുർആൻ പറയാണ് ഫത്തബിഊഹു, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിനെ ഫോളോ ചെയ്യണേ, അതിനെ പിന്തുടരണേ. നേരത്തെ പറഞ്ഞു ദീനുൽ ഇസ്ലാം അല്ലാഹ് സ്വീകരിച്ച മതമാണ്. ആ മതത്തിനല്ലാതെ വേറെ വല്ലതും തേടിപ്പോയാൽ അവൻ ആഖിറത്തിൽ പരാജയപ്പെട്ടവരാണ്. അപ്പൊ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കണോ എന്ന് പറഞ്ഞേ. ഇപ്പൊ പറയുന്നത് എന്താ? സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആ ദീനുൽ ഇസ്ലാം എന്റെ വഴിയാണ്, സിറാത്തുൽ മുസ്തഖീമാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം, ആ സിറാത്തുൽ മുസ്തഖീമിനെ പിന്തുടർന്ന് ജീവിക്കണോ.
ഇനി എന്താ ഖുർആൻ പറയുന്നത്? വലാ തത്തബിഉസ് സുബുല. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഏക മതം, അത് റബ്ബിന്റെ മതമാണ്. വലാ തത്തബിഉസ് സുബുല. ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റു വഴികളെ നിങ്ങൾ പിന്തുടരരുത്. വലാ തത്തബിഉ സബീല എന്നല്ല ഖുർആൻ പറയാ. വലാ തത്തബിഉസ് സുബുല. ദീനുൽ ഇസ്ലാം അല്ലാത്ത ലോകത്ത് ആയിരക്കണക്കിന് വഴികൾ ഉണ്ടാകും, അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഏതാണ് മുറുകെ പിടിക്കേണ്ടത്? സിറാത്തുൽ മുസ്തഖീമാണ്, ദീനുൽ ഇസ്ലാമാണ്. വലാ തത്തബിഉസ് സുബുല. മറ്റു വഴികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അങ്ങനെ പിന്തുടർന്നാലോ ഫതഫറഖ ബികും അൻ സബീലി. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഛിന്ന ഭിന്നമായി നിങ്ങൾ തെറിച്ചു പോകുകയാണ്. സിറാത്തുൽ മുസ്തഖീം അല്ലാത്ത വഴിയെ പിന്തുടർന്നാൽ നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിനെ മുറുകെ പിടിക്കണം. ദാരിക്കും വസാക്കും ബിഹി. അല്ലാഹു പറയാ, സിറാത്തുൽ മുസ്തഖീമിനെ മുറുകെ പിടിക്കണം. നിങ്ങളോട് റബ്ബിന്റെ വസിയത്താ. ദാലിക്കും വസാക്കും ബിഹി. അല്ലാഹുവിന്റെ വസിയത്താൻ ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിനെ മുറുകെ പിടിക്കണേ. ഇനി നിങ്ങൾ നോക്കി തീർന്നില്ല. അപ്പൊ ദീനുൽ ഇസ്ലാം ഈ മതത്തിന്റെ പേരാ. എവിടത്തേക്കാ വരുന്നതെന്നറിയോ? സുന്നത്ത് ജമാഅത്ത് ആരോ സമസ്തക്കാരുണ്ടാക്കിയൊരു വാദമുണ്ട്, അതിനെ പൊളിക്കാൻ വേണ്ടി പോവാ. ദീനുൽ ഇസ്ലാം മതത്തിന്റെ ഒരു പേര് ദീനുൽ ഇസ്ലാം, മതത്തിന്റെ മറ്റൊരു പേര് സിറാത്തുൽ മുസ്തഖീം. രണ്ടും ഞാൻ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തി. ഇനി മറ്റൊരു പേരുണ്ട്, അതെന്താണ്? ഈ ദീനുൽ ഇസ്ലാമിന് കള്ള പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു പേരുണ്ട്, അതെന്താണ്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. ഖുർആൻ പറയാണ്, വഅതസിമൂ, നിങ്ങൾ മുറുകെ പിടിക്കണോ, ബിഹബ്ലില്ലാഹ്, ഹബ്ലുല്ലാഹിനെ മുറുകെ പിടിക്കണം. എന്താ ഹബ്ലുല്ലാഹ്? തഫ്സീർ നോക്കിയാൽ കാണാം, ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം. പക്ഷെ ദീനുൽ ഇസ്ലാമിന്റെ മറ്റൊരു പേരെന്താ? ഹബ്ലുല്ലാഹി, അല്ലാഹുവിന്റെ കയറ്. കയറ് എന്ന് പറഞ്ഞാൽ വള്ളി. വള്ളി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കയറ് എന്ന് പറഞ്ഞാൽ എല്ലാം ബോറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ കേനൊന്നും ഉണ്ടാവില്ല, പണ്ടി ബലിക്കുന്നായിട്ടില്ല. അല്ലാഹുവിന്റെ കയറ് എന്നാണ് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ മറ്റൊരു പേര്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. നിങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കയറാകുന്ന ദീനിനെ മുറുകെ പിടിക്കണോ. വലാ തഫറഖൂ, ഛിന്ന ഭിന്നമായി പോകാൻ പാടില്ല കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീനുൽ ഇസ്ലാം എന്ന ഈ മതത്തിന്റെ 3 പേര് ഖുർആനിൽ നിന്ന് പറഞ്ഞു. ഇനിയും കുറെ പേരുകൾ ദീനുൽ ഇസ്ലാം എനിക്ക് പറയാനുണ്ട്. 3 പേരുകൾ ആയത്തുകളെ കൊണ്ട് പറഞ്ഞു. ഒന്ന്, ഈ മതത്തിന്റെ പേര് ദീനുൽ ഇസ്ലാം എന്നാണ്. മറ്റൊന്ന്, ഈ മതത്തിന്റെ പേര് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. മൂന്നാമത്, ഈ മതത്തിന്റെ പേര് ഹബ്ലുല്ലാഹി എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, തീർന്നില്ല. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി അതെ ഈ മതത്തിന്റെ മറ്റു പേരുകളിലേക്ക് കടക്കുകയാണ്. എന്താ ഈ മതത്തിന്റെ പേര്? വഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനു ഇസ്രായീൽ എന്ന് പറയുന്ന മുൻഗാമികൾ അവർ 72 വിഭാഗമായി പിളർന്നു പോയിട്ടുണ്ട്. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിളരോ. ആരാ പറയുന്നത്? കളവ് പറയാത്ത ശറഫാക്കപ്പെട്ട നാക്കുകൊണ്ട് പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, അതെ എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാം നരകത്തിലാ. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒറ്റ വഴിയൊഴികെ, ഒരു ചര്യ ഒഴികെ 73 72 നരകത്തിലാ.
മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് വഅദ് പറയാ, ഈ സമൂഹം 73 വിഭാഗമായി പൊട്ടിപ്പിളരും, എല്ലാം നരകത്തിലാ, ഒറ്റ പാർട്ടി ഒഴികെ. ഇത് മുത്തുനബി നമ്മളെ മുമ്പിൽ പറഞ്ഞാലും സാക്ഷ്യം ചോദിക്കൂലേ? ആ പാർട്ടി ചോദിക്കൂലേ? സ്വഹാബത്ത് വിട്ടില്ല. സ്വഹാബത്ത് വയ്ക്കുകയാണ്, ഖാലൂ വമൻ ഹിയ യാ റസൂലല്ലാഹ്, ഓ നബിയേ അതാരാണ് നബിയേ, അതാരാണ്? ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം അവരാരാ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണോ? ഈ പ്രസ്ഥാനത്തിന്റെ പേര് ദീനുൽ ഇസ്ലാം എന്നാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പേര് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഹബ്ലുല്ലാഹി എന്നാണ്. പോരാ, ഇനിയും കുറെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിളരോ, അവർ മുഴുവനും നരകത്തിലാണ്, ഒരു പാർട്ടി ഒഴികെ എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ചോദ്യമാണ്, ഖാലൂ വമൻ ഹിയ യാ റസൂലല്ലാഹ്. അപ്പോഴാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണെന്നറിയോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസുഹാബി. അതൊരു ആദർശമാണ്, അതൊരു മതമാണ്, അതൊരു ആശയമാണ്. അന നബിയാകുന്ന ഞാനാകുന്നത്, വസുഹാബി എന്റെ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്താകുന്നത്, അലൈഹി ആ ഒരു ആദർശത്തിലാണ്. അപ്പൊ ഞാനും എന്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ അതാണ് സ്വർഗത്തിലെ പാർട്ടി. മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങള് സ്വർഗത്തിൽ കിടക്കുന്ന പാർട്ടി പറ്റി പറഞ്ഞ പേരെന്താ? മാ അന അലൈഹി വസുഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊന്നിലാണോ അതാണ് സ്വർഗത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതായി കാണാം. എന്നാൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസ് തന്നെ ഏകദേശം 12-13ഓളം റിപ്പോർട്ടിൽ വന്നത് കാണാം. അതിൽ ഒരു വഴിയാണ് തിർമുദി ഇമാം പറഞ്ഞത് മാ അന അലൈഹി വസുഹാബി. എന്നാൽ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആരാണ് സ്വർഗത്തിൽ കിടക്കുന്ന പാർട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ അൽ ജമാഅ. ആ സ്വർഗത്തിൽ കിടക്കുന്ന പാർട്ടി അൽ ജമാഅ. അത് പണ്ടൊരാളർത്ഥം അൽ ജമാഅ, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എത്ര വളയണം, നേരല്ലേ നമ്മൾ പറഞ്ഞത്? അൽ ജമാഅ അത് സുന്നത്ത് ജമാഅത്താണ്. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും എന്റെ സഹാബത്തും കൂടി ആ സംഘമാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. അവിടെ ജമാഅത്തെ നിരിമാനത്താക്കേണ്ട ആവശ്യമില്ല. ജമാഅത്ത് ഞാനും എന്റെ സഹാബത്തും കൂടിയ ജമാഅത്താണ് സ്വർഗത്തിൽ കിടക്കുന്നത്. ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ കാണാം, അബൂദാവൂദിന്റെ റിപ്പോർട്ടിലും കാണാം, വഹി അൽ ജമാഅ ഞാനും എന്റെ സഹാബത്തും കൂടിയ ജമാഅത്താണ് സ്വർഗത്തിൽ കിടക്കുന്നത്. അങ്ങനെ 3 റിപ്പോർട്ട് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, 4ാമത്തെ റിപ്പോർട്ട് കൂടി വായിക്കുകയാണ്. അല്ലാമാ സമർഖന്ദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ, ഹിജ്റ 341 വഫാത്തായ മഹാനാണ്. അഥവാ 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ്. അല്ലാമാ സമർഖന്ദി, അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് കാണാം. അവിടുത്തെ കിതാബിലെ ഹദീസ് കൊടുത്തതായി കാണാം. 73 വിഭാഗമായി പിളരോ, അതേ എല്ലാം നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു പാർട്ടി ആരാണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ലൈസ് സമർഖന്ദി തങ്ങൾ 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹദീസ് ഉദ്ധരിക്കുകയാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരാരാണ്? ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ.
അഹ്ലുസുന്നയാണ് സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. അപ്പൊ ഈ മതത്തിന്റെ പേര് ദീനുൽ ഇസ്ലാം എന്നാണ്, ഈ മതത്തിന്റെ പേര് ഹബ്ലുല്ലാഹി എന്നാണ്, ഈ മതത്തിന്റെ പേര് സിറാത്തുൽ മുസ്തഖീം എന്നാണ്, ഈ മതത്തിന്റെ പേര് സുന്നത്ത് ജമാഅത്ത് എന്നാണ്. ഇത് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഈ പ്രസ്ഥാനത്തിന് സുന്നത്ത് ജമാഅത്ത് എന്ന് പേര് വെച്ചത് റസൂലുള്ളാഹിയാണ് എന്നാണ് അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആരോ സമസ്തക്കാർ വെച്ച പേരല്ല. ഇനി നിങ്ങൾക്ക് തീർന്നില്ല. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവർകൾക്ക് ചില കൃതികൾ കാണാം, ചെറിയ ചെറിയ കിതാബുകൾ, റിസാല 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 എന്ന പേരിൽ ചെറിയ ചെറിയ കിതാബുകൾ കാണാം. അതെല്ലാം ക്രോഡീകരിച്ച മജ്മൂ റസായിൽ എന്ന് പറയുന്ന വലിയ കിതാബും കാണാം. അതിലും കാണാം ഈ ഹദീസ് ഗസാലി ഇമാം ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരേ 72 നരകത്തിലാണ്, ഇല്ലാമില്ലത്തും വാഹിദ, ഒരൊറ്റ പാർട്ടി ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒരു പാർട്ടി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗസാലി ഇമാം മജ്മൂ റസായിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, സ്വർഗ്ഗത്തിൽ കിടക്കുന്ന പാർട്ടി ആരാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. സ്വർഗ്ഗത്തിൽ കിടക്കണോ സുന്നി ആയിക്കോളോ, ഇത് ഞാൻ പറഞ്ഞല്ല, സമസ്തക്കാര് പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വെച്ച പേരാണ് സുന്നത്ത് ജമാഅത്ത്. ഇനി നിങ്ങൾ നോക്കുക, ഉസ്താദുമാരുണ്ട് ഇവിടെ, ചിലപ്പോ ചോദിച്ചേക്കാം, ശറഉൽ അഖായിദ് എന്നൊരു കിതാബ് ഉണ്ടല്ലോ, നിങ്ങളെ സുന്നികളെ ഏറ്റവും വലിയ കിതാബ്. അതെ അതെ, അതിലുണ്ടല്ലോ അബുൽ ഹസൻ അശ്അരി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെല്ലാം കൂടി സുന്നത്തെ ജമാഅത്ത് പേര് വെച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞ റസൂലുള്ളാഹിനെയാണ് ഈ പ്രസ്ഥാനത്തിന് പേര് വെച്ചെന്നാണല്ലോ. മുഅ്തസിലിയാക്കൾ വന്നപ്പോ, വാസിൽ ഇബ്നു അതാഇ എന്ന് പറയുന്ന മുഅ്തസിലി വന്നപ്പോ, അങ്ങനെ അബുൽ ഹസൻ അശ്അരി തങ്ങളും അബുൽ ഹസൻ ബസരി തങ്ങളും ഇവരൊക്കെ കൂടി അവിടെ പിന്നെ ഉസ്താദായ ജുബായിയോട് വാദപ്രതിവാദം നടത്തിയിട്ട് മുഅ്തസിലി വാദത്തിനെ ഖണ്ഡിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെല്ലാം ഏകോപിച്ചിട്ട് അവരെല്ലാം കൂടി പ്രസ്ഥാനത്തിന് പേര് വെച്ചു അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്ത് എന്ന് ഉലമാക്കൾ വെച്ച പേരാണെന്ന് ശറഉൽ അഖായിദിലുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിയാണ് ഈ പ്രസ്ഥാനത്തിന് സുന്നത്ത് ജമാഅത്ത് എന്ന് പേര് വെച്ചത്, ആരോ സമസ്തക്കാർ വെച്ചതല്ല. പിൻകാല പണ്ഡിതന്മാര് ഞങ്ങൾ വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അഖായിദ് സുന്നയിൽ അതിന്റെ വിശദീകരണം കാണാം. മഹാനവരുടെ അതിലേക്ക് വിശദീകരണം പറഞ്ഞിട്ട് എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് പേര് വെച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ വെച്ച പേരിനെ ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ മങ്കൂസ് മൗലൂദ് ഓതുന്നവരാണ്, അതിൽ കാണാമല്ലോ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൽ നാസി ബിൽ ഹംദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത് അല്ലാഹയാണ്, ആരോ വെച്ച പേരല്ല. അല്ലാഹയാണ് റസൂലുള്ളാഹിക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ പടച്ചപ്പോ യൂസുഫ് നബ്ഹാനി തങ്ങളെ ശമായിലിൽ കാണാം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അർശിനെ പടച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാനിയത്താകുന്ന പ്രകാശത്തിനെ ആ അർശിൽ കൊണ്ടുവന്ന് അങ്ങ് നിക്ഷേപിച്ചു. അർശിൽ അല്ലാഹുവിന്റെ ഹബീബിനെ നൂറാനിയത്ത് വെച്ചു. ഇവിടെ പണ്ടൊരു പാട്നാചാറുണ്ട്, അയാളെ മോനുണ്ട് ഇപ്പൊ കബക്ക് അബക്കറാജിന്റെ ബാപ്പ. നിങ്ങൾക്ക് പാട്നാചാർ അറിയോ? ഇപ്പോഴത്തെ നമ്മളെ ചങ്ങായിക്കറിയോ പാട്നാചാറ്? ആള് മരിച്ചു. അപ്പോ ഞാൻ അളക്കമ ചൊല്ലിച്ച സമയത്ത് ഈ പാട്നാചാറുണ്ട്. അങ്ങനെ അയാളത്ത് ഞാൻ അളക്കം ചൊല്ലുണ്ടാകുന്ന കാലത്ത് ഒരു 2 മാസം പാട്ട് പഠിക്കാൻ വേണ്ടി പോയി. അസർ കഴിഞ്ഞിട്ട് പോകുന്ന മാരിവാൻ കൊടുക്കുമ്പോൾ പേർക്ക് പാട്ട് പഠിക്കാൻ. ഇയാള് സുബ്ഹാനല്ലാഹ് അഹ്മദുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആന തുടങ്ങി 1 മാസം വെച്ചർത്ഥം. അഹ്മദുല്ലാന്റെ ആന, ഹംസിന്റെ അർത്ഥം മാത്രം 1 മാസം.
അനക്ക് തോന്നിയത് നടക്കുന്ന പരിപാടി ഞാൻ മതിയാക്കി. അപ്പൊ അയാൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അള്ളാഹ് അർശിനെ പടച്ചപ്പോ റസൂലുള്ളാഹി നൂറാനിയത്തിന് വെച്ചില്ലേ, പ്രകാശം വെച്ചില്ലേ, വെച്ചപ്പോ അർശ് എന്താക്കി, അർശ് കുലുങ്ങി. പിന്നെ എങ്ങനെ അർശിനെ പിടിച്ചു നിർത്തിയെന്ന് വെച്ച് എനിക്ക് അറിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പാട്ട് പാടാൻ തുടങ്ങി. പാടി എന്നോട് പറഞ്ഞു, അർശിനിക്ക് 4 തൂണ് കൊടുത്തു, അപ്പോൾ അർശ് മിണ്ടാതിരുന്നു. അർശിനിക്ക് 4 തൂണ് കൊടുത്തു, അപ്പോഴേക്കാ അർശ് മിണ്ടാതിരുന്നു. ഏതാ തൂണെന്നറിയോ? 4 തൂണിന്റെ പേരറിയുന്നു വെച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ തൂണാണ് അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തെ തൂണാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, മൂന്നാമത്തെ തൂണാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത്തെ തൂണാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അതാണ് റസൂലുള്ളാഹി ലോകത്തേക്ക് വന്നപ്പോ റസൂലുള്ളാഹിന്റെ നെടുംതൂണുകളായ 4 സ്വഹാബത്ത്. അയാൾ രേഖ കൊണ്ട് പറഞ്ഞു, എനിക്ക് രേഖ അറിയില്ല, യൂട്യൂബിൽ ആരും കക്കാൻ നിൽക്കണ്ടതാണ്. അയാൾ പറഞ്ഞ രേഖ കൊണ്ട് എല്ലാം പാടി രേഖ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ എന്തിനാ പറഞ്ഞത്? അർശിൽ റസൂലുള്ളാഹിന്റെ നൂറാനിയത്ത് അങ്ങ് കൊണ്ടുവച്ചപ്പോ ആ അർശിനെ ചുറ്റുകയാണ് മലക്കുകൾ. അപ്പോഴാണ് അർശ് ലംഘുകയാണ്. മലക്ക് റബ്ബിനോട് ചോദിക്കുന്നു, യാ റബ്ബി യാ അല്ലാഹ്, എന്താ പടച്ചോനെ അർശിൽ കാണുന്നത്? അപ്പോഴാണ് അല്ലാഹ് മറുപടി, ആദാ നൂറു മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, അബ്ദുല്ലാന്റെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാ. എപ്പോ അർശിനെ പടച്ച കാലത്ത് മുഹമ്മദ് നബിയുടെ നൂറാ. റസൂലുള്ളാഹിക്ക് പേര് വെച്ചില്ലേ മുഹമ്മദ്? അത് സ്വർഗ്ഗത്തിൽ എഴുതി വെച്ച പേരല്ലേ, അർശിൽ എഴുതി വെച്ച പേരല്ലേ? സ്വർഗ്ഗത്തിലെ എല്ലാ സ്ഥലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത് ശമായിലിൽ കാണാം, എഴുതി വെച്ചതായി കാണാം. ആദം നബി പറഞ്ഞു, സ്വർഗ്ഗത്തിലും അർശിലുമായിട്ട് റസൂലുള്ളാഹിന്റെ പേര് 70,000-ലധികം പ്രാവശ്യം എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലുണ്ടൊന്നുമല്ല. അപ്പൊ മുത്തുനബിക്ക് പേര് വെച്ചത് അള്ളയാണ്, മുഹമ്മദ് എന്ന പേര്. എന്നാ പിന്നെ റസൂലുള്ളാഹിനെ പ്രസവിച്ച് 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് കഅബന്റെ മുമ്പിൽ കൊണ്ടിട്ട് എന്താ പറഞ്ഞേ? മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ. റസൂലുള്ളാഹിക്ക് മുഹമ്മദ് എന്ന് മക്കയിലെ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാര് കൂടി പേര് വെച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് വെച്ച പേരിനെ കഅബന്റെ മുമ്പിൽ അവർ പ്രഖ്യാപിച്ചു. അതാണ് ശറഉൽ ഖായിദിൽ പറഞ്ഞത്. അവേ മഹാന്മാര് പേര് വെച്ചു എന്ന് പറഞ്ഞാല് ആ പേര് പണ്ട് റസൂലുള്ളാഹി വെച്ച പേരാണ്, അത് മഹാന്മാര് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? ഈ മരത്തിന്റെ പേര് ദീനുൽ ഇസ്ലാം, ഈ മരത്തിന്റെ പേര് സിറാത്തുൽ മുസ്തഖീം, ഈ മരത്തിന്റെ പേര് ഹബ്ലുല്ലാഹ്, ഈ മരത്തിന്റെ പേരാണ് സുന്നത്തി ജമാഅത്ത്. അത് ആരോ വെച്ച പേരല്ല, അത് റസൂലുള്ളാഹി വെച്ച പേരാണ്. അപ്പൊ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാലും സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇനി ഈടുന്ന ആരെങ്കിലും പുറത്തു പോയാല് സുന്നിന്ന് പുറത്തു പോയതല്ല, സുന്നിന്ന് പുറത്തു പോയതല്ല, ദീന് തന്നെ പുറത്തുപോയി. കാരണം ദീനും ഇസ്ലാമും സുന്നത്തും ജമാഅത്തും ഒന്ന് തന്നെയാ. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 73 വിഭാഗമായി പിളരുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയുമോ ഈ 73 വിഭാഗമായി പിളരുമെന്ന് പറഞ്ഞാൽ മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീദ് അവിടത്തെ ഉന്നത്തിൽ എഴുതി വെച്ചത് കാണാം. ഉന്നത്തിന്റെ തുടക്കത്തിൽ തന്നെ 82ാമത്തെ പേജിൽ 83 പേജുകൾ എഴുതി വെച്ചത് കാണാം. 73 വിഭാഗമായി പിളരുമെന്ന് പറയുമ്പോ ഇപ്പൊ ഞമ്മക്കൊരു ഡൗട്ടാണ്, ഖിയാമത്ത് നാളെടുക്കാനായില്ലേ? ആരോ പറയുന്നിട്ട് മഹദി ഇമാം ബന്ദിനി, ഞാൻ കണ്ടിട്ടില്ല. ആരോ പറയുന്നിട്ട് മഹദി ഇമാം ബന്ദിനിങ്ങല്ല, ഞാനറിയില്ല. അതൊക്കൊന്നും അറിയുമോ? നമുക്കറിയില്ല. ഞാൻ മാണിസ്ഥാണ് ചോദിച്ചു മഹദി ഇമാം ബന്ദിന, അണക്കറിയില്ല. ഞാൻ ഉപ്പിലെടുക്കുമ്പോൾ വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ചോദിച്ചത്, ഒരാളെ പ്രസംഗം കേട്ടിട്ട് ചോദിച്ചതാണ്. ഞാൻ മഹദി ഇമാം കാരണം അടുത്ത കാലം അറിയാണ്ടിരിക്കില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, മഹദി ഇമാം ബന്ദൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നാളെ തീരാനായില്ലേ? 73 വിഭാഗം റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ഇപ്പൊ എത്ര ആയേ? ചൽപ്പി, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, ഖാദിയാനി,
പിന്നെ യുക്തിവാദി, നിരീശ്വരവാദി, എക്സ് മുസ്ലിം അല്ലെ, ഒരു 5-10 ആയി. അതില് വഹാബിന് ഒരു 12 പാർട്ടി ഓറല്ലേ, എല്ലാം കൂടി ഒരു 10-25 പാർട്ടി ഉണ്ടാവും. ഇപ്പൊ ഇനി 73 എപ്പോ പഠിച്ചോനെ വരുന്നു ഇസ്രാഫീൽ ഉദാനായില്ലേ? അപ്പോഴാണ് ഉന്യത്തിൽ രേഖപ്പെടുത്തുകയാണ് ഹിജ്റ 470 ജനിച്ചിട്ട് 561 വഫാത്തായ മഹാനാ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയാണ്, അത് മുഴുവനും അങ്ങയുടെ കാലത്ത് തന്നെ 5-ാം നൂറ്റാണ്ടിൽ തന്നെ 73 വിഭാഗം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാനുള്ള പാർട്ടിയല്ല, അതെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിൻകാലത്തെത്തുമ്പോൾ അവരൊക്കെ പാസ്പോർട്ടിന്റെ അഡ്രസ്സിന് വേണ്ടി പേര് മാറ്റിയതാണ്. പണ്ടത്തെ കാലത്ത് ഖവാരിജ് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായിരുന്നു. അതേ കൂട്ടരാ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ വിഭാഗം ഖവാരിജിന്റെ അതേ ലേബലിൽ പ്രവർത്തിക്കുന്നവരാണ്. ഖവാരിജ് അലിയാർ തങ്ങളുടെ കാലത്ത് പുറപ്പെട്ടവരാണ്. അവർ 15 പാർട്ടിയായി ചിഹ്നിച്ചിതറിയവരാണ്. അതേ ലേബലിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇന്ത്യയിലല്ല, കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ പ്രവർത്തിക്കുന്ന വഹാബികൾ പണ്ടത്തെ ഖവാരിജുകളെ അതേ കോപ്പിയാണ് ഇന്നത്തെ വഹാബികൾ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല, അല്ലാമ സാബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അപ്പോൾ മൻ സുയ്യിനഹു ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന, സൂറത്തുൽ ഫാത്തിറിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, പഴയ കാലത്തുണ്ടായ ഖവാരിജിന്റെ അതേ കോപ്പിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന വഹാബി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തും ദീനുൽ ഇസ്ലാമും ഒന്നാണ്. ആ ബിദ്അത്തുകാരൊക്കെ പണ്ടേ വന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെയാണ് അബദ്ധം പറ്റിയത്? എവിടെയാണ് അബദ്ധം പറ്റിയത്? ഇനി ശരിക്കൊന്ന് ശ്രദ്ധിക്കണോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത് കണ്ടില്ലേ? ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹ് പറയാണ്, ലഖദ് മന്നല്ലാഹു, അല്ലാഹ് വലിയ ഗുണം ചെയ്തവനാ. ആർക്കാണ് ഗുണോ? അലൽ മുഅ്മിനീന, ഈമാനുള്ള സത്യവിശ്വാസികൾക്ക് അല്ലാഹ് വലിയ ഗുണം ചെയ്തവനാണ്. അതെന്താണ്? ഇത് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് ഒരാളെ നേതാവായി റസൂലുള്ളയായി അല്ലാഹ് അവരിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാ. മക്കയിലെ അവരുടെ നാട്ടിൽപ്പെട്ട അവരുടെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും വലിയ മക്കയിലെ തറവാടിൽപ്പെട്ട ഖുറൈശിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തായ തങ്ങളെ നബിയായി അവരിലേക്ക് പറഞ്ഞയച്ചു മക്കയിലേക്ക്. ഇനി എന്താ പറയുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യത്ലു അലൈഹിം, ആ സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. ആയാതിഹി, അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാ. എന്നാ പിന്നെ റസൂലുള്ളാഹിക്ക് എവിടുന്ന് കിട്ടിയതാ? അതുകൂടി പറയണ്ടേ? റസൂലുള്ളാഹി സ്വഹാബത്തിന് ഓതി കൊടുക്കുന്നു എന്ന് പറയുമ്പോ റസൂലുള്ളാഹിക്ക് എവിടുന്ന് കിട്ടി? റസൂലുള്ളാഹിക്ക് ജിബ്രീൽ കൊണ്ടുകൊടുത്തതാണ്. അതല്ലേ സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ അധ്യായം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാബു കിതാബി ബദ്ഇൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹുൽ ബുഖാരി എന്ന ലോക പ്രശസ്ത ഗ്രന്ഥത്തിനെ ബുഖാരി ഇമാം തുടങ്ങുന്നത് തന്നെ റസൂലുള്ളാഹിന്റെ വഹീന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിൽ സമർത്ഥിക്കുന്നത് വഹീനെയാണ്, അതിൽ പറയുന്നത് വഹീനെയാണ്. അങ്ങനെ വഹി റസൂലുള്ളാഹിക്ക് ഇറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അങ്ങ് ഓതി കൊടുക്കുകയാണ്. റസൂലുള്ളാഹി അത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിലപ്പോഴൊക്കെ ജിബ്രീൽ ഓതി കൊടുക്കുമ്പോ ഒരൽപ്പം ധൃതി കൂട്ടുകയാണ്, ഓതാനുള്ള ധൃതി കൂട്ടുകയാണ്. അപ്പോഴല്ലേ ഖുർആൻ പറഞ്ഞു, വല നബിയേ വലാ തഅജൽ ബി ലിസാനക, നബിയേ ധൃതി കൂട്ടരുത് നബിയേ, ധൃതി കൂട്ടരുത് നബിയേ, തങ്ങൾ ധൃതി കൂട്ടരുണ്ട. ഫൈദാ ഖറഅത ഫത്തബി ഖുർആന, അങ്ങേക്ക് ഓതി തന്നാൽ ഖുർആൻ തങ്ങൾ പിന്തുടരണം, ഓതിയതുപോലെ ഓതണം. എങ്ങനെ ജിബ്രീൽ ഓതി തന്നുവോ അങ്ങനെ തന്നെ തങ്ങൾ ഓതണം. അങ്ങനെ ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതി കൊടുത്തു, ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതി കൊടുത്തു. ആ റസൂലുള്ളാഹി സ്വഹാബത്തിന് അത് ഓതി കൊടുക്കുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി, ഖുർആനിന്റെ ആയാത്തുകളെ റസൂലുള്ളാഹി സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ ഓതി കൊടുത്തു സ്വഹാബത്തിന്. അത് സഹാബത്ത് അങ്ങനെ തന്നെ ഓതി, ആ സഹാബത്ത് ശിഷ്യന്മാർക്ക് ഓതി കൊടുത്തു. അങ്ങനെ പരമ്പരാഗതമായ ഓത്ത് വന്നു, നമ്മളെ ഉസ്താദുമാരെ കയ്യിലേക്ക് കിട്ടി. ആ ഉസ്താദുമാർ അങ്ങനെ തന്നെ ഓതി കൊടുത്തു കുട്ടികൾക്ക്. ആരാ? റസൂലുള്ളാഹി ജിബ്രീൽ ഓതി കൊടുത്തതുപോലെ, ആ സഹാബത്ത് റസൂലുള്ളാഹിന്റെ പക്കന്ന് പഠിച്ചതുപോലെ പരമ്പരാഗതമായി ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുത്തു. അതല്ലേ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാമത്തെ സൂറത്ത് അൽ ബഖറയല്ലേ? ആ അൽ ബഖറ തുടക്കം എങ്ങനെയുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം. താഴെ ഒന്ന് മേലോട്ട് വരുമ്പോൾ പത്താമത്തെ സൂറത്ത് അലം തറ കൈഫ അല്ലേ? അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം. അൽ ബഖറയുടെ തുടക്കത്തിലും അലം, പക്ഷേ അവിടെ ഓതുന്നത് അലിഫ് ലാം മീം, ഇവിടെ ഓതുന്നത് അലം തറ കൈഫ. അതും അലമാണ്, ഇതും അലമാണ്. ആര് പഠിപ്പിച്ചതാ? റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാ. അല്ലേ? സ്വന്തമായിട്ട് ഓതാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഒരു മദ്രസയിലേക്ക് മുഫദ്ദിസ് വന്നിട്ട് 3-ാം ക്ലാസ്സിലേക്ക് കയറി. തബാറക സൂറത്തിന്റെ നേരെ താഴെയുള്ള സൂറത്ത് ഓതാൻ വേണ്ടി പറഞ്ഞൊരു കുട്ടീനോട്, തബാറക സൂറത്തിന്റെ താഴത്തെ സൂറത്ത്. അപ്പൊ കുട്ടി മുസാബിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രണ്ടാമത്തെ കുട്ടീനോട് ഓതാൻ വേണ്ടി പറഞ്ഞു. ആ കുട്ടി ഞാൻ അടുത്തത് നൂൻ എന്നാണ്, ഞാൻ ഓതാൻ തുടങ്ങി. മുഫദ്ദിസിന് പിടുത്തം കിട്ടി, സോക്കടിയുടെ ലാടന്നെ ഉസ്താദിനെ വിളിച്ച് ഇങ്ങോട്ട് വരി ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് വന്നു, ഇന്നൊന്ന് ഓതി ഉസ്താദ് പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സോക്കട അവിടെ നിന്നാണ്, അത് വേഷം കെട്ടി വന്നതാണ്, ഉലമാഇന്റെ കേട്ടുപഠിച്ചു വന്നതല്ല. അതുകൊണ്ട് അബദ്ധം പറ്റാനുള്ള കാരണോ ഖുർആൻ എങ്ങനെ ഓതി തന്നോ അങ്ങനെ ഓതണോ. സ്വന്തമായി ഓത്തു പറ്റൂല, സ്വന്തമായി ഓത്തു പറ്റൂല. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ സൈദിയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരാൻ കാരിയായ ഉസ്താദ് വന്നിട്ടുണ്ട്. 40 ദിവസക്കാലം ആ ഉസ്താദിന്റെ അരികെ ഓതി പഠിച്ചപ്പോ അങ്ങോട്ട് ഓതി കൊടുത്തിട്ട് അവിടുത്തെ ഇജാസത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഓതി കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാഹി നാക്കനക്കുകയാണ്. വലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി. ഓ നബിയേ, ധൃതി കാട്ടരുത്, നാവനക്കരുത് നബിയേ. ശരിക്കും അത് കേട്ട് പഠിക്കണോ, എന്നിട്ടത് സഹാബത്തിന് ഓതിക്കൊടുക്കണോ. സഹാബത്തിന് ഖുർആൻ ഓതിക്കൊടുക്കുകയാ. ആദ്യം ഖുർആൻ ഓതിക്കൊടുക്കലാണ്, എന്നിട്ടോ തീർന്നില്ല. ആ സ്വഹാബത്തിനെ സംസ്കരിച്ചെടുക്കുകയാണ്, ഖുർആൻ ഓതിക്കൊടുത്തവരെ സംസ്കരിച്ചെടുക്കുകയാണ്. അങ്ങനെ ശരിക്കും അവർക്ക് ഖുർആൻ ഓതി പഠിപ്പിച്ചതിന്റെ ശേഷം ഇനി ശരിക്കും അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അല്ലമയു അല്ലിമു, ശരിക്കും ആ ഖുർആൻ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വയുഅല്ലിമുഹുൽ കിതാബ, ഖുർആനിനെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മത അയൽ ഹദീസ, ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട്
അതുകൊണ്ടല്ലേ ഖുർആനിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖുർആൻ ജിബ്രീൽ ഓതി കൊടുക്കുമ്പോ നബിയെ ധൃതി കാട്ടരുത്, ഓതണം നബിയെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഖുർആൻ പറയുന്നത്? തുബ ഇന്ന അലൈനാ ബയാനാ. നബിയെ തങ്ങൾക്ക് ഖുർആൻ ജിബ്രീൽ ഓതി തരുന്നുണ്ട്, ശരിക്കും ഓതാൻ പഠിക്കണോ? തുമ്മ ഇന്ന അലൈനാ ബയാനാ. അതിന്റെ വിശദീകരണം നമ്മൾ തന്നെ തങ്ങൾക്ക് പറഞ്ഞു തരും, നമ്മൾ തന്നെ തങ്ങൾക്ക് വിശദീകരണം പറഞ്ഞു തരും. എന്നാ നിങ്ങൾക്ക് അറിയോ, സംഗതറിയോ? ശ്രദ്ധിക്കണം. എവിടെയാണ് വിധിയത്തിന് അബദ്ധം പറ്റിയത്? അതാ പറയുന്നത്, എവിടെയാണ് അബദ്ധം പറ്റിയത്? ആരാണ് മക്കാര്? ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ദീന തിരിയുള്ളൂ. ആരാണ് മക്കാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുമ്പോൾ മക്ക ജനത സാഹിത്യം കൊണ്ട് മത്സരിക്കുന്നവരായിരുന്നു. സാഹിത്യ, കന്നഡ സാഹിത്യമില്ലേ, ഇംഗ്ലീഷ് സാഹിത്യമില്ലേ എന്നതുപോലെ അറബി സാഹിത്യം കൊണ്ട് മത്സരിക്കുന്ന കാലത്താണ് റസൂലുള്ളാഹി വരുന്നത്. അറബി സാഹിത്യം കൊണ്ട് മത്സരിക്കുന്ന അറബികളോട് അല്ലാഹ് പറയാണ്, ഖുർആൻ റസൂലുള്ളാഹി ഓതിയിരുന്നുണ്ട്, വിശദീകരണം അമ്മ പറഞ്ഞു തരും. അറബി അറിയുന്ന ആൾക്ക് വിശദീകരണം നോക്കാൻ പറ്റൂല, അത് അല്ലാഹ് പഠിപ്പിച്ച വിശദീകരണം മാത്രമേ നോക്കാൻ പറ്റൂ. അല്ലാഹ് പഠിപ്പിച്ച വിശദീകരണം മാത്രമേ പറയാൻ പറ്റൂ. കണ്ടോ ഏതാ സാഹിത്യം? സാഹിത്യം നിങ്ങൾക്ക് അറിയോ? അതും കൂടി കേൾക്കട്ടെ. സലഫി കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. ഏതാ സാഹിത്യം? പണ്ടുകാലത്ത് ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു, ഓന്റെ പേര് ഇംറുൽ ഖൈസ് എന്നാണ്. അറിയാം ഇംറുൽ ഖൈസ്. അവനൊരു അറബി പദം പറഞ്ഞാൽ അതിന് അർത്ഥമാക്കുന്ന ഒരു 10 ഡിക്ഷണറികളും ചുരുങ്ങിയത് നോക്കണം. അങ്ങനത്തെ സാഹിത്യകാരനാണ്. അങ്ങനെ ഒരു ദിവസം ഇംറുൽ ഖൈസിനെ കാണാൻ വേണ്ടി ഒരാൾ പോയി. പോകുമ്പോ ഇംറുൽ ഖൈസ് ഇല്ല, സാഹിത്യകാരനായ രാജാവില്ല. മോള് ഇങ്ങനെ കിളിവാലി എത്തി നോക്കുന്നു. മോള് അപ്പോ ഈ പോയാൾ ചോദിച്ചു, അയിനാബൂക്കി, നിന്റെ ഉപ്പെടുക്ക് പോയിന് മോളെ എന്ന് വെച്ചു. ആരോട്? ഇംറുൽ ഖൈസിന്റെ മോളോട്. ഉപ്പെടുക്ക് പോയിന് മോളെ എന്ന് വെച്ചു. അപ്പൊ മോളെ മറുപടി കേൾക്കണമെങ്കിൽ ഉറങ്ങുന്നുണ്ടോ? ഈ വെളി ഇങ്ങോട്ട് ഇടുന്ന അങ്ങോട്ട് ഇട്ടാക്കി കൊടുക്കുന്നു ഉറങ്ങാൻ വേണ്ടിട്ട്. നമ്മളെ കണ്ടുപൊട്ടിക്കേണ്ട പരിപാടി. കണ്ണാടി 2 വെച്ചും കാണുന്നില്ല. ഇപ്പൊ ഇതിന് കണ്ട് 10-20 കൊല്ലായി കാണാൻ തുടങ്ങി. ഓർക്കല്ല പങ്ങനെ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. എന്നാ കേട്ടോളൂ, ആ ഇബ്നുൽ ഖൈസിന്റെ മോളോട് ഉപ്പാടെ പോയി എന്ന് ചോദിക്കുമ്പോ ആ മോള് പറയാണ്, ആര് ബോധം കെട്ടു വീണോ? ഞാൻ 10 ദിവസം കൊണ്ട് എഴുതി പഠിച്ചതാണ്. ഞാൻ 10 ദിവസം കൊണ്ട് കടലാസിൽ എഴുതിയിട്ട് ഇങ്ങനെ പഠിച്ചതാണ്. എന്റെ ബാപ്പ കാട്ടിലേക്ക് മാനിനെ വേട്ടയാടി പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കാട്ടിൽ നിന്ന് മാന് കിട്ടിയാൽ ഇപ്പൊ എന്റെ ബാപ്പ മടങ്ങി വരും. ഇതാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ സാഹിത്യം കൊണ്ട് മത്സരിക്കുന്ന അറബികളോടാണല്ലോ പറയുന്നത്. അറബി അറിയുന്ന ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂല. അതിന്റെ വിശദീകരണം ഞമ്മ പറഞ്ഞുതരാ. ആ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ ഖുർആനിന്റെ ഓരോ വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ്. അതേ വിശദീകരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ സ്വഹാബത്തിന്റെ അരികിൽ നിന്ന് താബീങ്ങൾ പഠിക്കുന്നു. അവിടുന്ന് മദ്ഹബിന്റെ ഇമാമികൾ പഠിക്കുകയാണ്. അവിടുന്ന് പിൻഗാമികൾ പഠിക്കുകയാണ്. അങ്ങനെ പരമ്പരാഗതമായി അതാ മക്കയിൽ ദർസ് നടത്തുന്നു. ഖാതിമത്തുൽ മുഹഖഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ ദർസിൽ ഓതി പഠിക്കുന്നു. ആരാണ് ഓതി പഠിക്കുന്നത്? അതാ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. അവരങ്ങ് കേരളത്തിലേക്ക് വരുന്നു. പൊന്നാടിയിൽ ദർസ് തുടങ്ങുന്നു. പൊന്നാടിയിൽ പോയി നമ്മുടെ ആലിമീങ്ങൾ വളക്കത്തിരുന്ന് അത് പഠിക്കുന്നു. പിന്നീട് കേരളക്കരയിൽ അതാ സ്ഥാപനം വരുന്നു. ജാമിയ നൂരിയ പട്ടിക്കാട് വന്നു, ജാമിയ സഅദിയ വന്നു, ജാമിയ മർക്കസ് വന്നു. അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ വന്നു. അതിലെല്ലാം നമ്മുടെ ആലിമീങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ച വിശദീകരണം, അങ്ങനെ തന്നെ സ്വഹാബത്തിലൂടെ കൈമാറിയ വിശദീകരണം അതങ്ങ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഖുർആനിൽ സംശയമില്ല.
ഹദീസിൽ സംശയമില്ല, ദീനിൽ ഒരാൾക്കും സംശയമില്ല. അങ്ങനെ പൂർവസൂരികളാകുന്ന പണ്ഡിതന്മാര് അവരെ പഠിപ്പിച്ചിറങ്ങി വിശദീകരിക്കുമ്പോ ദീനിൽ ഭിന്നതയില്ല, സംശയങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അങ്ങനെ കേരളീയ ജനങ്ങള്, കർണാടകയിലെ മുസ്ലിമീങ്ങള് ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. സുബ്ഹാനല്ലാഹ്. അന്ന് എല്ലാ മതക്കാർക്കും ഇസ്ലാമിനോട് സ്നേഹമാണ്. എല്ലാ മതക്കാരും പ്രശ്നം വരുമ്പോ പാണക്കാട് പൂക്കോയ തങ്ങളെ മുമ്പിലേക്ക് ഓടി വരികയാണ്. വിഷമം വരുമ്പോ വെളിയങ്കോട് ഉമർ ഖാലിദ് തങ്ങളെ മുമ്പിലേക്ക് ഓടി വരികയാണ്. വിഷമം വരുമ്പോ മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. വിഷമം വരുമ്പോ കുതുബിയത്ത് ചൊല്ലുകയാണ്. വിഷമം വരുമ്പോ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയാണ്. വിഷമം വരുമ്പോ ബദർ മൗലൂദ് ചൊല്ലുകയാണ്. പ്രസവത്തിന്റെ സമയമെടുക്കുമ്പോ മുഹിയദ്ദീമാല പാടുകയാ. അങ്ങനെ ഒരൊറ്റ ആദർശത്തില് ഈ കേരളത്തിലെ കർണാടകയിലെ ജനങ്ങള് നല്ല ഐക്യത്തോടെ ജീവിക്കുമ്പോഴാണ്, ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിജ്റ 1111 സൗദി അറേബ്യയിലെ ഉയൈന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിലെ ഉയൈന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഒരാൾ ജനിക്കുകയാണ്. അയാളെ പേരാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റളിയല്ലാഹു. പറഞ്ഞേക്കരുത്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ ചങ്ങാതി ജനിക്കുന്നു എവിടെ? സൗദി അറേബ്യയിലെ ഉയൈന എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ 1111 സൗദി അറേബ്യയിലെ ഉയൈന എന്ന സ്ഥലത്ത് ജനിച്ചിട്ട് വലുതായി തന്റെ ബാപ്പാന്റെ ദർസിൽ കൂടി. ബാപ്പാന്റെ ദർസിൽ പുറത്താക്കി. നേരെ ഇച്ചുണ്ടായി സുലൈമാൻ അബ്ദുൽ വഹാബ് ഉണ്ടായിരുന്നു. ഇച്ചാന്റെ ദർസിൽ കൂടി ഇച്ചാൻ ചവിട്ടി പുറത്താക്കി. ഇയാൾ പുതിയ പുതിയ വാദം കൊണ്ടുവരാൻ തുടങ്ങി. ആ ഇച്ച ആ ചങ്ങായിക്കെതിരെ എഴുതിയ കിതാബാണ് ഈ കിതാബ്. കിതാബു സവാഹിഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അൽ വഹാബിയ്യ ശൈഖ് സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേരെ ഇച്ച അനിയൻ എഴുതിയ കിതാബാണ്. അവന്റെ പോക്ക് ശരിയില്ല, അവൻ കള്ളനാണ്. അങ്ങനെ കള്ളത്തരം പറഞ്ഞ് മാത്രം രംഗപ്രവേശനം ചെയ്തിട്ട് 1146 ഹിജ്റ 1146 സൗദിയുടെ ഭരണം ധരിക്കുന്ന സൗദിയുടെ കൂടെ ഭരണത്തിൽ കയറിയിട്ട് അന്നത്തെ ഭരണത്തിലെ മുഫ്തിയായി സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളെ മുഴുവനും തച്ച് തകർത്തു. സൗദി അറേബ്യയിൽ സുബ്ഹാനല്ലാഹ്, എന്താണ് അവരെ ചെയ്തത്? ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിൽ വന്നിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ തച്ച് പൊളിച്ചു എന്ന് മാത്രമല്ല, എന്താണ് ചെയ്തെന്നറിയോ? സൗദി അറേബ്യയെ പിടിച്ചെടുക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാനിത് പറഞ്ഞ കിതാബ് മുമ്പിൽ വെച്ചിട്ടാണ്, സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാ. മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദിന്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. എങ്ങനെയാ ഭരണം പിടിച്ചെടുക്കുന്നത്? വഖതല കസീറൻ മിനൽ ഉലമാഇ വസ്വാലിഹീൻ. സൗദിന്റെ സുന്നി ആശയങ്ങളെ തകിടം മറിച്ചുകൊണ്ട് വഹാബി രാജ്യമാക്കി മാറ്റി തീർക്കാൻ അവൻ ചെയ്ത പണി എന്താണ്? വഖതല കസീറൻ മിനൽ ഉലമാഇ, ഒട്ടനവധി പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു. വസ്വാലിഹീന, സ്വാലിഹീകളെ കൊന്നുകളഞ്ഞു. വഅവാമിൽ മുസ്ലിമീന, പൊതുജനങ്ങളെ സാധാരണക്കാരെ അതാ ഇബ്നു അബ്ദുൽ വഹാബ് കൊന്നുകളഞ്ഞു. എന്തിനാ കൊന്നത്? സൗദിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി കൊന്നതാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ആയിരക്കണക്കിന് ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ അതാ സാധാരണക്കാരെ ഇവൻ കൊന്നൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, തീർന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയാണ് കൊന്നുകളഞ്ഞത്? അതാ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ്. വകാനൂ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളായിരുന്നു. യത്ബഊന സ്വഗീറ അലാ സദരി ഉമ്മിഹി, തന്റെ ഉമ്മാന്റെ നെഞ്ചത്ത് മുല കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികൾ കഴുത്തറുത്ത് കൊല്ലുകയാണ്.
മുസ്ലിമീങ്ങളെ മുതൽ കൊള്ളയടിച്ചു, സ്ത്രീകളെ നാടുകടത്തി. പോരാ, ത്വായിഫിലല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ മഖ്ബറ അത് തച്ചു പൊളിച്ചു. ത്വായിഫിൽ ഇബ്നു അബ്ബാസ് തങ്ങളെ ഖബറിന്റെ അരികെ വെച്ചിട്ട് ഈ ചങ്ങായി കഴുത്തറുത്ത് കൊന്നു. 70,000 വരുന്ന പണ്ഡിതന്മാരെ ഒരൊറ്റ ദിവസം കൊണ്ട് തായിഫിൽ കൊന്നുകളഞ്ഞു. പ്രഗൽഭന്മാരായ സ്വാലിഹീങ്ങളെ, സദാത്തിങ്ങളെ, ആലിമീങ്ങളെ കൊന്നുകളഞ്ഞു. ആരാ? ഇന്നത്തെ വഹാബികളുടെ നേതാവായ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ വഹാബി പുരോഹിതൻ സൗദിയെ പിടിച്ചെടുക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായ സൗദിയെ പിടിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, പലസ്തീനിനെ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ചെയ്യുന്ന പണി കണ്ടില്ലേ നിങ്ങൾ? എത്ര ലക്ഷക്കണക്കിന് പാവങ്ങളെയാ കൊന്നൊടുക്കുന്നത്. ഒരു രാജ്യം പിടിച്ചെടുക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാണ്ട് പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. സൗദി അറേബ്യ പിടിച്ചെടുക്കാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ മഖ്ബറിനെ എടുത്തു വെച്ചിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് 70,000 പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞു. എന്നാ കേൾക്കണോ, ആ കൊന്ന പണ്ഡിതന്മാർ ആരാണ്? മതാം രേഖപ്പെടുത്തുന്നു. തായിഫിൽ കൊന്ന വലിയ വലിയ പണ്ഡിതന്മാർ അസ്സയ്യിദ് അബ്ദുല്ലാഹി അൽ-സവാബി റളിയല്ലാഹു അൻഹു, മുഫ്തി ശാഫിയ്യത്ത് ബിമക്കത്തിൽ മുകറമ, മക്കയിലെ ഷാഫി മദ്ഹബിലെ മുഫ്തിയായ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി അൽ-സവാബി തങ്ങളെ കൊന്നുകളഞ്ഞു ഈ പുരോഹിതൻ. വശൈഖ് അബ്ദുല്ലാഹി അബുൽ ഖൈർ ഖാദി മക്ക, മക്കയിലെ ഖാദിയാകുന്ന അബുൽ ഖൈർ എന്ന പണ്ഡിതനെ കൊന്നുകളഞ്ഞു. സുലൈമാനുൽ മുറാദി എന്ന് പറയുന്ന ഖാദി തായിഫിലെ പണ്ഡിതനെ കൊന്നുകളഞ്ഞു. വസയ്യിദ് യൂസുഫ് അസ്-സബാബി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. അസ്സൂയി ഹസൻ ശിബി തങ്ങളെ കൊന്നുകളഞ്ഞു. ജാഫർ ശിബി തങ്ങളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ വഹാബി പുരോഹിതൻ കൊന്നുകളഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, സൗദി എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയെ ആലിമീകളെ കൊന്നൊടുക്കിയിട്ട് ഖബറുകൾ തച്ചു പൊളിച്ചിട്ട് ഒരാ സെയ്ദ് ഇബ്നു ഖത്താബിന്റെ മഖ്ബറയുണ്ട് തായിഫില്, അതേ റിയാദില്. അവിടെ സെയ്ദ് ഇബ്നു ഖത്താബ് തങ്ങളെ മഖ്ബറ തച്ചു പൊളിച്ചു. മദീനയിലുണ്ടായിരുന്ന പച്ചക്കുപ്പരെ, മദീനയിലുണ്ടായിരുന്ന പണ്ടാരപ്പെട്ടി തച്ചു പൊളിച്ചു. ജന്നത്തുൽ ബഖീയിലെ ഖബറിലെ തച്ചു പൊളിച്ചു. ആയിരക്കണക്കിന് മഖാമുകളെ തച്ചു പൊളിച്ചു. ആരാണ് വിളിക്കുന്നത്? ഇബ്നു അബ്ദുൽ വഹാബ്. ഞാനിത് വെറുതെ പറയല്ല, ഇത് ബഖീഉൽ ഗർഖദ്, മദീനയിലെ പഴയ ഖബർസ്ഥാനിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കിതാബാണിത്. എന്നാൽ നിങ്ങൾക്ക് ആർക്കും വന്നാൽ നോക്കാം, ഈ കിതാബിന് ഇബ്നു അബ്ദുൽ വഹാബ് ആകുന്ന ഈ ചങ്ങായി, ആ ചങ്ങായി വരുന്നതിന് മുമ്പുള്ള ജന്നത്തുൽ ബഖീയിലെ ഖബർസ്ഥാനിലെ ഫോട്ടോ കാണാം. ആയിരക്കണക്കിന് കുപ്പകൾ ഇവിടെ മദീനയിലെ ജന്നത്തുൽ ബഖീ എന്ന ഖബറില് ഉസ്മാൻ ബിൻ മദൂൻ തങ്ങളെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ, ഇമാം മാലിക് തങ്ങളുടെ, റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ, ഭാര്യമാരുടെ, റസൂലുള്ളാഹിന്റെ മക്കളുടെ വലിയ വലിയ കുപ്പകൾ ഇപ്പോഴും ആ ഫോട്ടോത്തിൽ കാണാം. കുപ്പന്റെ ഫോട്ടോ. എന്നിട്ട് അവർ പറയാൻ, മദീനയിലേക്ക് കടന്നപ്പോൾ അവിടെ ഉണ്ടായ കുപ്പകളെ മുഴുവൻ തച്ചു പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിരപ്പാക്കിയ ഫോട്ടോമാണ് ഇവിടെ കാണുന്നത്. ഖബറുകൾ മുഴുവൻ തച്ചു പൊളിച്ച് നിരപ്പാക്കി. ഇന്ന് മദീനയിൽ പോയവരില്ലേ, ജന്നത്തുൽ ബഖീയിലെ ഖബർ കാണുന്നുണ്ടോ? മഖ്ബറ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഉള്ളിലേക്ക് കയറിയ കള്ളന്മാരെ കാണുന്നുണ്ട്. എന്തറിയോ? അവിടെ കുറച്ച് ജാഗര മാത്രം ഇങ്ങനെ കരിങ്കലിന്റെ കുറച്ച് അടിത്തറ കാണാം. ആടുക്കത്ത് കുറച്ച് കള്ളന്മാർ ഇങ്ങനെ പറയുന്നത് കാണാം. അപ്പൊ മനസ്സിലായി, പേടിയില്ല കോഴിക്കൂട്ടില്ല, പണ്ടൊരുത്തം പറഞ്ഞതുപോലെ. എന്തേ അടയാളം അവിടെ കാണുന്നുണ്ട്. അവിടെ വലിയ വലിയ കുപ്പകൾ ഉണ്ടായിരുന്നു, പറ്റ തച്ചു പൊളിച്ചതാ. കുമ്പളെന്ന് ഒരു ചങ്ങാതി ഈ അടുത്ത് ഉംറ കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളെല്ലാം കൂട്ടി ജന്നത്തുൽ ബഖീന്റെ പുറത്തിലെങ്ങനെ പോയിട്ട്, ഉമ്മമാരെ, ഇത് റസൂലുള്ളാഹിന്റെ കാലത്തിന്റെ ജന്നത്തുൽ ബഖീ ഉള്ളിലേക്കൊന്ന് നോക്കിയാ ഒറ്റ മഖ്ബറ ഉണ്ടാക്കിയ, ഒരു കുബ്ബ ഉണ്ടാക്കിയ, എന്തെങ്കിലും ഉണ്ടാക്കിയ, കേരളത്തിൽ തളങ്കരയില്, അതുപോലെ നെല്ലിക്കുന്നില്, കുമ്പോല്, ഇതൊക്കെ സമസ്തക്കാരുണ്ടാക്കിയതാ. ഒറ്റ കുബ്ബയില്ല ഇവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോ അതിനൊരു വീഡിയോ ആക്കി കൊടുത്തിട്ട് അദ്ദേഹം നാട്ടിൽ വന്നപ്പോ
അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ കിതാബിന്റെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ ഇതാ പഴയ കുപ്പയും പഴയ കബർസ്ഥാനിയും പുതിയ കബർസ്ഥാനിയും എല്ലാ കുപ്പകളും ഇതിലുണ്ട്, തച്ച് പൊളിച്ചതും ഇതിലുണ്ട്. ഓ മൗലവി, താച്ച് പൊളിച്ചിട്ട് കബറൊക്കെ തച്ച് നിരപ്പാക്കിയിട്ട് ഇപ്പൊ അതൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞെടുക്കുന്ന പച്ച കള്ളനെ പറയുന്നത്, അതൊക്കെ ഉണ്ട് എന്നല്ലേ കിതാബിന് പറയുന്നത്. താച്ച് പൊളിച്ചതാ എന്നിട്ട് പറയുന്നെന്താ, സമസ്തക്കാരുണ്ടാക്കിയത് തളങ്കര സമസ്തക്കാരൻ, സമസ്തന്റെ 100 കൊല്ലം ആനതയുള്ളൂ, തളങ്കര മക്കാമിന് കൊല്ലത്രേ, തളങ്കര മക്കാമിന് കൊല്ലത്രേ. എന്നാ നിങ്ങൾ നമുക്ക് തീർന്നില്ല. ഈ മദീനയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഉരുക്കുകൊട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മദീനയിലെ നിയമങ്ങളെ തച്ചുപൊളിക്കാൻ ഇവൻ ചെയ്ത പണി എന്താണ്? ആലിമീങ്ങളെ കൊന്നൊടുക്കിയതാണ്. എന്നാൽ ഞാൻ ഒരല്പം മദീനയിലെ ചരിത്രം പറയട്ടെയോ, എത്താൻ വേണ്ടി പോവുകയാണ്. തെറ്റിദ്ധരിച്ചവർക്കാണ് ഞാൻ ഇത് പറയുന്നത്. മദീനയിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നവരില്ലേ, ഇബ്നു അബ്ദുൽ വഹാബ് മുഴുവനും തച്ച് പൊളിച്ചതാണ്. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലത്തിന്റെ മുമ്പ്, ഹിജ്റ 1100 മുമ്പ് മദീനയിലുണ്ടായ സംഭവം, അൽ ജവാഹിറുസ് സമീന ഫീ മഹാസിനിൽ മദീന, മദീനയുടെ മഹത്വം പറയുന്ന ഈ ഗ്രന്ഥം ഞാൻ ഒരു പേജ് അങ്ങ് വായിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇതിൽ കാണാം ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നതിന് മുമ്പ് മദീനയിൽ മൗലൂദുണ്ട്, റബീഉൽ അവ്വലിൽ മൗലൂദുണ്ട്, റസൂലുള്ളാഹിന്റെ മൗലൂദുണ്ട്, റബീഉൽ ആഖിറിൽ ശൈഖ് ജീലാനി തങ്ങളെ മൗലൂദുണ്ട്, ജമാഅത്തുൽ ഉലയിൽ നേർച്ചയുണ്ട്, ജമാഅത്തുൽ ഉഖറയിൽ അവിടെ റിഫായി തങ്ങളെ മൗലൂദുണ്ട്, റജബിലെ പരിപാടിയുണ്ട്, റജബിലെ 27ന്റെ പരിപാടിയുണ്ട്, ബറാഅത്തിന്റെ ദുആയുണ്ട്, റമദാൻ 27ന്റെ കൂട്ടുപ്രാർത്ഥനയുണ്ട്, 29ന് കൂട്ടുപ്രാർത്ഥനയുണ്ട്, ബറാഅത്തിനിക്ക് അവിടെ പുണ്യമായ കർമ്മങ്ങളുണ്ട്, അത് ചീരണി കൊണ്ടുപോകലുണ്ട്, മദീനയിൽ ചീരണിയുണ്ട്, പോരാ മദീനയിൽ ഉറൂസുണ്ട്, ഹംസ റളിയല്ലാഹുവിന്റെ ഉറൂസ് ഉഹുദിലുണ്ട്. ആ ഉറൂസിനെ കുറിച്ച് കിതാബിൽ വിശദീകരിക്കുന്നത് കാണാം. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എല്ലാം മദീനയിലുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതൻ അതേ സൗദിയിൽ വന്നിട്ട് ഉലമാഇനെ കൊന്നുകളഞ്ഞു, കുട്ടികളെ കഴുത്തറത്ത് കളഞ്ഞു, മക്ബറകൾ തച്ച് പൊളിച്ച് തരിപ്പണമാക്കി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവന്റെ പുതിയ ആശയങ്ങളെ പ്രചരിപ്പിച്ചു. അങ്ങനെ അവിടുന്ന് സൗദിയിൽ നിന്നിട്ട് അത് ഈജിപ്തിലേക്ക് അങ്ങ് മാറി. അങ്ങനെ പല രാജ്യങ്ങളിലായി 1920 കാലങ്ങളിൽ വഹാബിസം കേരളത്തിലേക്ക് വന്നു. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനു മുമ്പ് കേരളത്തിൽ തർക്കമില്ല, ഉലമാഇന്റെ ഇടയിൽ തർക്കമില്ല, ഒരാളെ മുമ്പിലും തർക്കമില്ല, എല്ലാം ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് വഹാബികൾ അവിടെ കടന്നു വരുന്നത്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വന്നിട്ട് എന്താണ് ഇവൻ ചെയ്യുന്നതെന്നറിയോ? ഇവനതാ തന്റെ അനുയായികളോട് പറയാണ്, ഓ മക്കളെ, തന്റെ അനുയായികളോട് പറയുന്ന വാക്കാണ്. എന്താണ് അനുയായികളോട് പറയുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആൻ സ്വന്തമായി അർത്ഥം വെക്കാൻ പറ്റൂല. അതിന്റെ വിശദീകരണം പഠിപ്പിച്ചത് ജിബ്രീലാണ്, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, അവിടുന്ന് സ്വഹാബത്തിന് കൈമാറിയതാണ്. ആ ഒരു പാരമ്പര്യത്തിലൂടെ മാത്രമേ ആ വന്ന അർത്ഥങ്ങൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അറബി അറിയുന്ന ഒരാൾക്ക് സ്വന്തമായി ഖുർആൻ അർത്ഥം വെക്കാൻ പാടില്ല. എന്നാൽ ഞാൻ ഒരു വരെ അങ്ങോട്ട് വായിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണോ. ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബികളുടെ നേതാവാണ് അവൻ. അവൻ ചെയ്ത അക്രമങ്ങൾ എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നാൽ നിങ്ങൾക്കറിയോ ഈ സലഫികൾ ഒന്നുണ്ടാക്കിയ അക്രമങ്ങൾ എന്താണ്? നിങ്ങളുടെ നാട്ടിൽ മുക്കാ ഗണ്ട എന്നാ പറയാറ്, ഗണ്ടയില്ലാത്ത സാധനം. ആ മുക്കാ ഗണ്ട ഏതൊരു സലഫിയില്ലേ, ആ സലഫി ഉണ്ടാക്കിയ അക്രമം എന്താണെന്നറിയോ? ഞാൻ വായിക്കട്ടെ, അവിടുത്തെ കിതാബ് മഹാന്മാര് അതാ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഞാനൊരു ബഹ്റൈനിൽ പോയി, ജാമിയ സഅദിന്റെ ആവശ്യത്തിന് ബഹ്റൈനിൽ പോയപ്പോ അവിടെ ഉണ്ട് ഒരു മുഹമ്മദ് മുസ്ലിയാർ, കാഞ്ഞങ്ങാട്ടുകാരൻ.
അയാൾ എന്നെ കണ്ടുടനെ പറഞ്ഞു, ഞാൻ നല്ല നല്ല 2 കിതാബ് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല 2 കിതാബ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ഇതാണ്. സുബ്ഹാനല്ലാഹ്, വഹാബിന്റെ കഴുത്തറുക്കുന്ന കിതാബാണ്. നോക്ക് നിങ്ങൾ, ഞാൻ വായിക്കാം. സലഫി എന്ന് പറയുന്നത് ആ സലഫികൾ എന്ത് ചെയ്തു? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ചോദിക്കാറുണ്ട്, ഈ സലഫി എന്താക്കി? ഓർക്കെന്ത് തെറ്റുള്ളേ? ഓർ എന്നിട്ട് ആക്കിയ ഓരൊക്കെ പോയി ആവാനല്ലേ? ഒന്നും ആവാനില്ല. പണ്ടത്തെ തെങ്ങിന് വീണു. പണ്ടത്തെ തെങ്ങിന് വീണപ്പോ മോൻ അപ്പുറത്തെ പാഞ്ഞോണ്ട് പോയി. അപ്പുറത്തെ ഉപ്പ തെങ്ങിന് വീണി. എന്തായാലും മോനെ എന്തോ ആയിട്ടില്ല, തല മാത്രം ഇല്ല. എന്തുകൊണ്ട് ആവശ്യമുണ്ടോ? തല പോയാൽ അവരെല്ലാം പോയില്ലേ? ഇതാണ് സലഫിക്ക് പറ്റിയത്. തലയില്ല. ഞാനിത് പറയുന്നത് സലഫി ഉള്ളത് കൊണ്ടല്ല, ഇത് കുത്തിവെപ്പാണ്, ഒരു മരുന്നാണ്, ഇഞ്ചക്ഷനാണ്. അത് പോയെന്നാന്ന് പോയാ ഞങ്ങൾക്കൊന്നും ആവാനൊന്നുമില്ല, ഒന്നും ആവാനൊന്നുമില്ല. ഞങ്ങൾക്ക് ദുനിയാവുണ്ട്, അവരാഖിറുണ്ടാവില്ല, അത്ര പറയാനും വേറൊന്നും ആവാനൊന്നുമില്ല. എന്നാ നിങ്ങൾ നോക്ക്, ഈ സലഫികളെ നേതാവായ മുഹമ്മദ് അബ്ദുൽ വഹാബ് അവൻ എന്താ ചെയ്തതെന്നറിയോ? റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലല്ലേ അവൻ വിരോധിച്ചു. സൗദിയിൽ സലാത്ത് ക്യാൻസൽ ചെയ്തു. സലാത്ത് പാടില്ല. സലാത്ത് ആരെങ്കിലും ചൊല്ലുന്നത് കേൾക്കല്ലേ, അതാ കേൾക്കുന്നവരെ അവൻ ഇടങ്ങേറാക്കുകയാണ്. 1111 ജനിച്ചിട്ട് 1146 സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത അവൽ അതാ അന്ന് സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച രാത്രി സ്വലാത്ത് ചൊല്ലല്ലേ അവൻ തടയുന്നു. വെള്ളിയാഴ്ച ജനങ്ങൾ സലാത്തിന് പോകല്ലേ, അതാ തടയുന്നു. എടുത്തൊരു സലഫി പറഞ്ഞു, ഈ സലാത്ത് വെള്ളിയാഴ്ച സലാത്തല്ല, ഇപ്പൊ സുന്നികൾ ഇപ്പൊ സമസ്തക്കാർ തുടങ്ങി വെള്ളിയാഴ്ച പള്ളിയിലല്ല സലാത്ത്. പണ്ട് കാലത്ത് അതൊന്നുമില്ല. പണ്ട് കാലത്തുണ്ടോ ഏതെങ്കിലും ഒരു കിതാബിനുണ്ടോ? ഞാൻ പറഞ്ഞ കിതാബിനെ വെച്ചു. എന്താ സലാത്തിന് പോകുന്നവരെ തടഞ്ഞിരുന്നു. അപ്പൊ അവിടെ സലാത്തുണ്ടായി. അന്ന് സലാത്തുണ്ട്. എപ്പോ 300 കൊല്ലങ്ങൾക്ക് മുമ്പ് സൗദിയിലൊക്കെ സലാത്തുണ്ട്. അരെ ഇവർ തടഞ്ഞതാ. വെള്ളിയാഴ്ച രാത്രി സലാത്തിന് പോകുന്നവരെ തടയോ. മിനാരങ്ങളിൽ ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവരെ തടയുന്നു. അങ്ങനെ സലാത്തിന് പോകുന്നവരെ, സ്വലാത്ത് ഉറക്ക ചെല്ലുന്നവരെ അവനങ്ങ് ഇടങ്ങേറാക്കുന്നു. ശക്തമായ നിരക്ക് സലാത്തിന് പോകുന്നവരെ ശിക്ഷിക്കുന്നു. അങ്ങനെ ഇബ്നു അബ്ദുൽ വഹാബ് കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കൊന്നു കളഞ്ഞു സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ. കാന മുഅദ്ദിനൻ സാലിഹൻ ദാ സൗത്തിൻ ഹസനിൽ, നല്ല ശബ്ദത്തോടെ സലാത്ത് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം സലാത്ത് ചൊല്ലൽ നിർത്താൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം നിർത്താത്തതിന്റെ പേരിൽ ആ മുക്രിക്കാനെ, കണ്ണ് കാണാത്ത മുക്രിക്കാനെ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ഇബ്നു അബ്ദുൽ വഹാബ് കൊന്നുകളയുകയാണ്. കൊന്നുകളഞ്ഞതിന്റെ ശേഷം ഉമ്മമാരെ ശരിക്കൊന്ന് പഠിക്കണോ. ഈ സലഫിക്ക് എന്താ തെറ്റ് എന്നല്ല ചോദിക്കുന്നത്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കും നിങ്ങൾ. ഇമാമികൾ കിതാബിൽ എഴുതി വെച്ച, എന്റെ വകയെ ഒന്നും പറയുന്നില്ല. ഇമാമികൾ അഹ്മദ് സൈനി ദഹ്ലാൻ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് കണ്ടോ? എന്താ സലഫിന്റെ ഫോൾട്ട് എന്താണ്? സലഫി പറഞ്ഞു, ഇന്നർ റബാബത ഫീ ബൈത്തിൽ ഖാതിയതി, വ്യഭിചാരം ചെയ്യുന്ന പെണ്ണ്, വ്യഭിചരിക്കുന്ന പെണ്ണ്, അഖല്ലു ഇസ്മൽ, അവൾക്ക് തെറ്റ് കുറവാണ്. മിമ്മ യുനാദി ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുന്നവരെക്കാളും തെറ്റ് കുറവാണ് വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിന്. പാച്ച മലയാളത്തിൽ അറബിയിൽ എഴുതി വെച്ചത് കണ്ടോ? ആരാ നല്ലവൾ? സലാത്ത് ചൊല്ലുന്നവനെക്കാളും നല്ലവൾ വ്യഭിചാരം ചെയ്യുന്ന പെണ്ണാണ്. അപ്പൊ വ്യഭിചാരത്തെക്കാളും മോശമാണ് മുത്തുനബിക്ക് സലാത്ത് ചൊല്ലുന്ന പാച്ച മലയാളത്തിൽ എഴുതി വെച്ചതാണ് ഇവിടുത്തെ സലഫി. ഈ സലഫിന്റെ പിന്നാലെ പോലോ റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലൽ വ്യഭിചാരത്തിനേക്കാളും വ്യഭിചാരം നല്ലതാ, സലാത്ത് മോശാ. ഈ കുരുത്തം കെട്ട സമൂഹം അല്ലാഹു നമ്മുടെ നാട്ടിനെ കാക്കട്ടെ.
ഇമാമിങ്ങളെ കിതാബ് പറയാണ്. കണ്ടോ, തീർന്നില്ല. എന്നിട്ട് ഇവരെന്താ ചെയ്യാ? അരേ വാഹറഖ ദലായിലൽ ഖൈറാത്ത്, സ്വലാത്തിന്റെ കിതാബാകുന്ന ദലായിലുൽ ഖൈറാത്തിനെ കരിച്ചു കളഞ്ഞു. വഗൈരിഹാ മിൻ കുതുബിസ് സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ കിതാബിനെ കരിച്ചു കളഞ്ഞു. റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ കിതാബിനെ കരിച്ചു കളഞ്ഞു. ദലായിൽ ഖൈറാത്ത് കരിച്ചു കളഞ്ഞു. എല്ലാം തീരിട്ടങ്ങ് കരിച്ചു കളഞ്ഞു. എന്നിട്ട് പറയാണ് ഇന്നദാലിക ബിദ്അത്തുൽ, ആ സ്വലാത്തൊക്കെ അത് ബിദ്അത്താണ്, പുതിയതാണ്, നമുക്കത് വേണ്ട. എന്നിട്ട് ഇവൻ എന്താ ചെയ്യല്? ഇനി കേട്ടോ, എവിടെ ഈ സലഫിക്ക് അബദ്ധം പറ്റിയത് എവിടെന്നറിയോ? കണ്ടോ അവര് പറയാൻ വേണ്ടി എവിടുന്നാ സലഫിക്ക് അബദ്ധം പറ്റിയേ? അത് റസൂലുള്ളാഹിക്ക് ജിബ്രീൽ ഖുർആൻ ഓതി കൊടുത്ത് വിശദീകരണം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സഹാബത്തിന് ഓതി കൊടുത്ത് വിശദീകരണം പറഞ്ഞു കൊടുത്തു. സഹാബത്ത് പഠിച്ച ശിഷ്യന്മാർക്ക് ഓതി കൊടുത്തു വിശദീകരണം പറഞ്ഞു കൊടുത്തു. ആ വിശദീകരണത്തിലൂടെ അങ്ങനെ ഖുർആൻ വന്നതാ. ആ വിശദീകരണം കൊണ്ട് മാത്രമേ ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂ എന്ന് ഇവൻ പറയുന്നുണ്ടോ? ഇബ്നു അബ്ദുൽ വഹാബ് എന്ന സലഫി സമ്മതം കൊടുത്തു. ലികുല്ലി മനിത്തബഅഹു, അവനെ പിന്തുടർന്ന എല്ലാവർക്കും സമ്മതം കൊടുത്തു. അയ്യുഫസ്സിറൽ ഖുർആന, നിങ്ങൾ ഖുർആൻ വ്യാഖ്യാനിച്ചോളൂ. ബിഅസ്ബി ഫഹ്മിഹി, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നത് അങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നത് അങ്ങനെ ഖുർആൻ വ്യാഖ്യാനിച്ചോളൂ. കണ്ടോ, അഹ്മദ് സൈനി ദഹ്ലാൻ അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുകയാ, ഖുർആൻ എങ്ങനെ മനസ്സിലാകുന്നോ അങ്ങനെ അർത്ഥം വെച്ചോളൂ. അതുകൊണ്ടല്ലേ യാ റസൂലുള്ളാഹി എന്ന് വിളിക്കൽ ശിർക്കാണ്. തെളിവെന്താ? ഖുൽ ഹുവല്ലാഹു അഹദ്. അതങ്ങനെ ഉണ്ട്, അതങ്ങനെ ഉണ്ട്, വിശ്വസിച്ചോളൂ. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. സ്വന്തം ഖുർആനിക്ക് വ്യാഖ്യാനം പറഞ്ഞു. ഇതാണ് സലഫിക്ക് പറ്റിയ സകല അബദ്ധം. ഇപ്പോ ഒരു സലഫിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് മഞ്ചേശ്വരക്കാർ. എന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ എല്ലാ വേദം ആ ചങ്ങായി ഞാനും മഞ്ചേശ്വരത്ത് വസങ്കടിയിലെ കൊട്ട എന്ന സ്ഥലത്ത് ഒരു സംവാദത്തിനിരുന്നു. ഞങ്ങൾ രണ്ടാളും. എന്താ വിഷയം? വിഷയം ഇവന്റെ ഉമ്മ സുന്നി, ഉപ്പ സുന്നി, 3 അനിയന്മാരും സുന്നി, ജോ മാത്രം സൽപ്പി. അങ്ങനെ ഞാൻ പോയി. ഞാൻ വേദനോപ്പല കയറിയതാണ്. ഓന് കാണുന്നേലെ കുറച്ചു നേരം റിക്ഷയിൽ വന്ന് റിക്ഷനെ നിർത്തിയിട്ട് 2 കെട്ടി, ഏകദേശം ഒരു കെട്ടി 20 കിലോവും 2 കെട്ടിങ് മേശന്റെ പുറത്ത് വെച്ച്. ഞാൻ ചെന്തുമോനെ അത് കിതാബ് നോക്കുമ്പോ വലിയ മലയാള ബുക്ക്. കിതാബ് മലയാളം അറബി തിരിയാത്തൊരു ചങ്ങായി. അങ്ങനെ കിതാബ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നാടി ഇരുന്ന് എന്ത് വിഷയം എന്ന് വെച്ച്. അപ്പൊ ഉമ്മ ഉണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഉസ്താദേ, ഓൻ പറഞ്ഞു യാ റസൂലുള്ളാഹി എന്ന് വിളിച്ചെങ്കിൽ ഒരു മുശ്രിക്ക് എന്ന് പറയും. ഓൻ ശിർക്ക് മുശ്രിക്ക് എന്ന് പറയുന്നു. യാ ബദ്രീങ്ങളെ എന്ന് വിളിച്ചാ മുശ്രിക്ക് എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, ഒക്കെ മോനെ യാ ബദ്രീങ്ങളെ വിളിച്ചാ ശിർക്ക, യാ റസൂലുള്ളാഹി വിളിച്ചാ ശിർക്ക, ഒക്കു അങ്ങനെ വിളിച്ചെങ്കിൽ ശിർക്ക്. ആ ശരി, ഒക്കു അല്ലേ? ഒക്കു. ഖുർആനിൽ ആയത്തുണ്ട്. ഉസ്താദെ ഡസൻ കണക്കിന് ആയത്തുണ്ട് എന്ന് പറഞ്ഞു. അവന് ഡസൻ കണക്കിന് വേണ്ട, ഒരായത്ത്, ഒറ്റൊരായത്ത്. ഇവൻ ഓതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും. ആയത്തോതി ഞാൻ പറഞ്ഞു, മോനെ ഓതി ആയത്ത് വളരെ കണ്ടീഷനാണ്, അത് ഖുർആനിലുള്ള ആയത്ത് തന്നെയാ. രണ്ടാമത് പറഞ്ഞു, മോനെ ഒന്ന് അർത്ഥം വെക്കൂ. അവൻ അർത്ഥം വെച്ചു, ഇൻതദുഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളിനെ അവർ കേൾക്കലാ, ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും വളരെ കറക്റ്റാണ് അർത്ഥം, യാതൊരു കുറവില്ല. ആയത്തോതിയതും ശരി തന്നെ, അർത്ഥം വെച്ചതും ശരി തന്നെ. മൂന്നാമത് ചോദിക്കട്ടെ, നിങ്ങൾ അവരെ വിളിച്ചാൽ ഈ നിങ്ങളാരി അവരാരി എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ വിളിച്ചാരെന്നല്ല ആയത്തിലല്ലേ ഈ നിങ്ങളാരി അവരാരി. അപ്പൊ ചങ്ങായിന്റെ മറുപടി, നിങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്തക്കാര്, ഹും എന്ന് പറഞ്ഞാൽ ബദ്രീങ്ങള്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഓതി ആയത്ത് ശരിയായപ്പോ ഞാൻ സമ്മതിച്ചു, അർത്ഥം വെച്ചത് ശരിയായപ്പോഴും സമ്മതിച്ചു. ഈ വിശദീകരണം മാത്രം ഞാൻ സമ്മതിക്കല. എന്തുകൊണ്ട്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്തക്കാരും ഓരോന്ന് പറഞ്ഞാൽ ബദ്രീങ്ങളൊന്നല്ല പറഞ്ഞേ. ഇതിനെ അള്ളാന്റെ ഭൂമിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു തഫ്സീർ ഓതി തെളിയിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഈ സലഫിൽ ചോദിക്കുന്നത്, മൊയ്ലിയാരെ തഫ്സീറാ, നിങ്ങൾക്ക് മണ്ടയില്ല, ചിന്തിച്ചൂടെ? ആര് പഠിപ്പിച്ചതാ? ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ചതാ. തോന്നിയതുപോലെ ഖുർആൻ അർത്ഥം വെച്ചോളൂ, തോന്നിയതുപോലെ ഖുർആൻ അർത്ഥം വെച്ചോളൂ. അതുകൊണ്ടല്ലേ ഈ ബിദ്അത്തുകാർ മുഴുവനും നമ്മളെ റസൂലുള്ളാഹിനെ വിളിക്കല്ലേ, കുതുബിയത്ത് കഴിക്കല്ലേ, മാല പാടല്ലേ, എല്ലാം ശിർക്കാക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ ആരർത്ഥം പറഞ്ഞു കൊടുത്തേ? സ്വന്തം മണ്ടല് ചിന്തിച്ചതാ.
എന്നോട് ആ മൗലവി ചോദിക്കുകയാണ്, മുസ്ലിയാരെ നിങ്ങൾക്ക് മണ്ടയില്ലേ, ഖുർആന് ചിന്തിച്ചൂടെ? ഞാൻ ആ മൗലവിയോട് പറഞ്ഞു, മണ്ടയുണ്ട്. ഏത് മണ്ടെന്നറിയോ? എന്റെ ഉപ്പാപ്പ പണ്ട് വീട്ടിൽ വെള്ളം ചൂടാക്കി കുളിക്കാനുള്ള നല്ലൊരു പിത്തണ്ട മണ്ട, വെള്ളം ചൂടാക്കി കുളിച്ചിരുന്ന ഒരു പിത്തളന്റെ മണ്ടയുണ്ട് എന്റെ പോരയില്. അല്ലാണ്ട് ഖുർആൻ ചിന്തിക്കുന്ന മണ്ട എനിക്കില്ല. അത് ഇമാമിങ്ങളെ മണ്ടയാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. നമുക്ക് ഖുർആൻ എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത് അത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. അത് മാത്രമേ അർത്ഥം വെക്കാൻ പാടുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് ഖുർആൻ പഠിച്ച സഹാബിയല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല. നിങ്ങൾക്കറിയോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹിന്റെ വക്കൽ നിന്ന് അതേ ദീൻ പഠിച്ച സ്വഹാബിയല്ലേ? ആ സ്വഹാബിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ ശരിക്കും പഠിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. അല്ലാമ മറാഖിശി റഹിമഹുല്ലാഹ് അവിടുത്തെ മിസ്ബാഹുൽ അലാമിൽ എഴുതി വെച്ചൊരു സംഭവം ഞാൻ പറയട്ടെ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലെ മഹാനാണ് ഇമാം മറാഖിശി തങ്ങൾ. ഇസ്തിഗാസന്റെ വിഷയത്തിൽ ലോകത്ത് ആദ്യം രചിച്ച ഗ്രന്ഥമാണ് മിസ്ബാഹുൽ അലാം ഫിൽ മുസ്തഗീഥീന ബിഖൈരിൽ അനാം. ഈ ഗ്രന്ഥത്തിന്റെ 70-ാമത്തെ പേജിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മുത്തുനബിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ്. അങ്ങനെ ഹിജ്റ പോയി ഒരൽപ്പം അങ്ങോട്ടെത്തിയപ്പോൾ രണ്ടുപേരും ഒരു ഗുഹന്റെ അകത്തേക്ക് അങ്ങ് കയറുകയാണ്. ഹജ്ജിന് പോയവരുണ്ടാകാം, ഉംറയ്ക്ക് പോയവരുണ്ടാകാം, ആ ആറുതോറും ആറ് ഹിറയൊക്കെ കയറിയവരുണ്ടാകാം. ആ ആറ് തൗറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളോ അങ്ങനെ പോകുമ്പോൾ അല്പം ഭക്ഷണം കൊണ്ടുപോയി. പക്ഷേ അതൊക്കെ തീർന്നു, വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു. നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, അതിൽ കവറും വരുന്നുണ്ട്. കവറ് നാളെ മംഗലത്തിന് കൊടുക്കാനല്ല, നാളെ അറിയിച്ചല്ലേ അവിടെ ഹാളിൽ മംഗലുണ്ടാവും, അതിന് കൊടുക്കാനല്ല. നാളെ ഇവിടെ ആരപ്പ വരുന്നത്? കില്ലൂർ തങ്ങളുണ്ട്, മാണി ഉസ്താദുണ്ട്, ഹനീഫ് നിസാമി ഉസ്താദ്. ഞങ്ങളൊക്കെ പഠിച്ചാൽ ഹനീഫ് നിസാമി ഞാൻ ഒന്നിച്ച് പഠിച്ചാലാണ്. ഹനീഫ് നിസാമി ഉസ്താദ് വരുന്നുണ്ട്, നല്ല വേദം പറയുന്ന ആളെ. സുന്നത്തുമായിട്ട് ഇങ്ങനെ അതിൻ്റെ കുറച്ച് കടുപ്പം കൂടും. ചിലപ്പോൾ പറയും ഞാൻ അത്ര കടുപ്പം കൂടിയിട്ടില്ല, ചിലപ്പോൾ പറയുമ്പോൾ കടുപ്പം കൂടി പോകുന്നു. അപ്പോൾ നല്ലോണം നാളെയും പറയും ഇൻഷാ അല്ലാഹ്. അവരൊക്കെ നാളെ വരുന്നുണ്ട്. ഉമ്മമാരൊക്കെ കവർ കൊണ്ടുപോയിട്ട് നല്ല പൈസ കൊടുത്തയക്കണം. ഈ കാണുന്ന മദ്രസിന്റെ മുകളിൽ എനിക്ക് അങ്ങോട്ട് കാണുന്നില്ല, അവിടെ ലൈറ്റായിട്ട് കാണുന്നത്, അവിടെ ഓടാനാ തോന്നുന്നു എനിക്ക് അല്ലേ, അതിന്റെ മുകളിൽ അല്ലേ, അതൊക്കെ എടുത്ത് മാറ്റി ഒക്കെ നമുക്ക് സ്ലേപ്പൊക്കെ ആക്കണം. നിങ്ങളൊക്കെ എല്ലാവരും ഇറങ്ങിയാൽ നടക്കും, എല്ലാവരും ഇറങ്ങിയാൽ നടക്കും, എല്ലാവരും ഇറങ്ങിയതൊക്കെ വിജയിപ്പിക്കണം. എല്ലാവരും കവർ കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ് നാളെ നല്ല കാശ് കൊണ്ടുവരണം. ഒറ്റ സംഭവം പറഞ്ഞ് ചുരുക്കുകയാണ്, എല്ലാവരും ഈ സംഭവം കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. എവിടെ? മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ 6 തൗറിലുണ്ട് റസൂലുള്ളാഹി തങ്ങള്, കൂടെയുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. 3 ദിവസം അവിടെ താമസിക്കുകയാ. കൊണ്ടുപോയ ഭക്ഷണം തീർന്നു, വെള്ളം തീർന്നു. ഫാത്തിശ അബൂബക്കർ അത്ശൻ ശദീദ. ഗുഹന്റെ ഉള്ളിൽ ഇങ്ങനെ താമസിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത ദാഹം, സഹിക്കാൻ പറ്റാത്ത ദാഹമാണ്. കൊണ്ടുപോയ വെള്ളം തീർന്നുവെന്ന് ഖാദിമിനിക്കറിയാമല്ലോ, ഭക്ഷണം തീർന്നുവെന്ന് ഖാദിമിനിക്കറിയാമല്ലോ. വെള്ളവും ഭക്ഷണമൊക്കെ തീർന്നിട്ട് എല്ലാം തീർന്നപ്പോ ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒന്നും ഇല്ല എന്നറിഞ്ഞ സിദ്ദീഖ് തങ്ങൾ കൂടെ താമസിക്കുന്ന റസൂലുള്ളാഹിനോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വേവലാതി പറഞ്ഞു, നബിയേ വെള്ളമില്ല നബിയേ, വെള്ളമില്ല നബിയേ.
സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതാ വേവലാതി പറയുന്നു. ഫഖാല റസൂലുള്ളാഹി, അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നു, ഇദ്ഹബ് സദ്റൽ ഗാർ, ഈ ഗുഹന്റെ പുറത്തേക്ക് പോയിക്കോ, അവിടുന്ന് കുടിച്ചോ. ഗുഹന്റെ പുറത്ത് എന്താ ഉള്ളേ അറിയില്ലേ? ഹജ്ജിന് പോയവർക്ക് അറിയില്ലേ? ഗുഹന്റെ പുറത്ത് നോക്കിയാൽ അന്തരീക്ഷം മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. റസൂലുള്ളാഹി പറയാണ്, അവിടുന്ന് വെള്ളം കുടിച്ചോ. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ ആ ഗുഹയിൽ നിങ്ങളെ പുറത്തിറങ്ങി. ഞാൻ ഗാറിന്റെ പുറത്തേക്ക് അങ്ങ് നടന്നു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഗുഹന്റെ പുറത്ത് നല്ലൊരു ചാല്, ഒരു തോട് ഇങ്ങനെ ഒലിക്കുകയാണ്. فانطلقت إلى صدر الغار فشربت ماء. ഞാൻ ആ ഗുഹന്റെ പുറത്തുനിന്ന് വെള്ളം കുടിക്കുകയാണ്. അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. പാലിനേക്കാൾ വെളുത്തതാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അങ്ങനെ ഞാനങ്ങ് കുടിച്ച് 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 ദാഹം തീർത്തു. ഗുഹന്റെ ഉള്ളിലേക്ക് ഞാനങ്ങ് മടങ്ങിപ്പോയപ്പോ എന്നോട് റസൂലുള്ളാഹി ചോദിച്ചു, അശരിബ്ത യാ അബൂബക്കർ, അബൂബക്കറെ കുടിച്ചോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, നഅം ശരിബ്തു യാ റസൂലല്ലാഹ്, നബിയേ കുടിച്ചു നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത്, ഫലാ ഉബശ്ശിറുക, ഞാനൊരു സന്തോഷം അറിയിക്കട്ടെയോ അബൂബക്കറെ? ഖുൽതു ബലാ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, നബിയേ സന്തോഷം പറഞ്ഞോളൂ നബിയേ. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ അമറൽ മലക അൽ മുവക്കല ബി അൻഹാരിൽ ജന്നതി അൻ യഖ്റുക നഹ്റൻ ഫിൽ ജന്നത്തിൽ ഫിർദൗസി ഇലാ സദ്രിൽ ഗാർ. സിദ്ദീഖേ, നിങ്ങൾ എന്നോട് വെള്ളം ചോദിച്ചപ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, സിദ്ദീഖിന് വെള്ളം പോടോ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കാക്കുന്ന മലക്കിനെ വിളിച്ചു. ആ മലക്കിനോട് പറഞ്ഞു, സ്വർഗ്ഗത്തിലെ പുഴയിൽ നിന്ന് റസൂലുള്ളാഹി താമസിക്കുന്ന പുഴയിലേക്ക് ഒരു കണിയങ്ങോട്ട് കീറിക്കൊടുക്കൂ. ആ കണിയങ്ങ് മലക്കിളങ്ങ് കീറിയപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങള് അതാ ഗുഹന്റെ പുറത്തുനിന്ന് വെള്ളം കുടിക്കുകയാണ്. വെള്ളമില്ലാത്ത സമയത്ത് സിദ്ദീഖ് തങ്ങള് റസൂലുള്ളാഹിനോട് വെള്ളം ചോദിക്കുകയാണ്. റസൂലുള്ള വെള്ളം കൊടുക്കുകയാണ്. മിസ്ബാഹുൽ ദലാമിൽ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അപ്പ ചിലവര് പറയും, അതൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തല്ലേ ഉസ്താദേ, വെള്ളം പോണം, അയാൾ വെള്ളം തന്നില്ലേ, അതാണ് വെള്ളം ഉള്ളത് കൊണ്ടല്ലേ തന്നത്. സിദ്ദീഖ് തങ്ങൾക്ക് അറിയാം റസൂലുള്ളാഹിന്റെ കയ്യിൽ വെള്ളമില്ല, ഉള്ള വെള്ളം തീർന്നിട്ടുണ്ട്, ഭക്ഷണം തീർന്നിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ എന്തിനാ ചോദിച്ചത്? എന്ത് ചോദിച്ചാലും തരാൻ റസൂലുള്ളാഹിക്ക് കഴിയും. ഈ ഒരു വിശ്വാസമാണ് സിദ്ദീഖ് തങ്ങളുടെ വിശ്വാസം. അങ്ങനെ സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ളാഹി വെള്ളം കൊടുത്തു. ഇത് തെറ്റാണെന്ന് ചിന്ത സിദ്ദീഖ് തങ്ങൾക്കില്ല. കാരണം റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് ഖുർആൻ പഠിച്ചതാ, റസൂലുള്ളാഹിന്റെ പക്കൽ നിന്ന് ഖുർആൻ പഠിച്ചതാ. ഇത് സിദ്ദീഖ് തങ്ങളുടെ കഥയല്ലേ, എത്രയുണ്ട് പറയാൻ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് ഭരണം നടത്തുന്ന കാലത്ത് ഒരു പെണ്ണ് മദീനയിലേക്ക് വരികയാണ്. വന്നിട്ട് ഉമർ ഖത്താബിനോട് പറയുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഹബീബായ തങ്ങളുടെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് വെച്ചിട്ട് എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണോ? അപ്പോഴാണ് പെണ്ണിനോട് ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നത്, പോയിക്കോ, അവിടെ റൗള കാണാം. ഈ പെണ്ണ് റൗളയിലേക്ക് പോകുകയാണ്. ഉമർ ഖത്താബ് ആ പെണ്ണിലേക്ക് നോക്കുകയാണ്. ഇമാമിങ്ങൾ അവരെ കിതാബിൽ അത് രേഖപ്പെടുത്തുകയാണ്. ഉമർ ഖത്താബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് പോയിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ ഉമർ ഷഹാദത്ത് കലിമ പറയാണ്, യാ മുഹമ്മദ് സൽ റബ്ബക്. വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ ഉമർ ഖത്താബിന്റെ മുമ്പിൽ ആ പെണ്ണ് വിളിക്കുകയാണ്, യാ മുഹമ്മദ് സൽ റബ്ബക്, മുഹമ്മദ് നബിയേ
ഞാൻ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നതാണ്, അവിടെ കുഫാരികൾ താമസിക്കുന്ന രാജ്യമാണ്, എനിക്കിനി ആ നാട്ടിലേക്ക് മടങ്ങി പോകാൻ പറ്റൂല. ഞാനിപ്പോൾ ഇവിടെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി എനിക്ക് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണോ, എന്റെ നാട്ടിലേക്ക് പോയാൽ എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് യാ മുഹമ്മദ് സൽ റബ്ബക, അങ്ങയുടെ റബ്ബിനോട് നബി ഒന്ന് ചോദിക്കണം, എനിക്ക് തങ്ങളെ ചാരത്തിൽ വെച്ചിട്ട് ഇപ്പൊ മരിക്കണോ. യാ മുഹമ്മദ് സൽ റബ്ബക, വഫാത്തായ റസൂലുള്ളാഹിനെ പെണ്ണ് വിളിക്കുന്നു. ഉമർ ഖത്താബ് അടുത്ത് നോക്കുന്നു. സൂര്യകുമാറിലെ ഉമർച്ചാന്റെ കഥയല്ല പറയുന്നത്, നോക്കുന്നത് ഉമർ ഖത്താബാണ്. വാള് കയ്യിലാണ്. തെറ്റ് കണ്ടാൽ തലയുണ്ടാവൂല, തെറ്റ് കണ്ടാൽ തലയുണ്ടാവൂല. യാ മുഹമ്മദ് സൽ റബ്ബക്ക്, റബ്ബിനോട് ചോദിക്കണം എനിക്ക് ഇപ്പൊ മരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണങ്ങനെ പറയുന്നു. മരിക്കാൻ വേണ്ടി മുത്തുനബിയോട് റെക്കമെൻഡ് തേടുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. പെണ്ണ് റൗദയിലിങ്ങനെ കടന്നിട്ട് അവിടുത്തെ വലത്തെ കവിളിനെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് ചേർക്കുന്നു. ആ പെണ്ണ് ഉടനടി റൗദയിൽ വെച്ച് നിസ്കരിക്കും മരിക്കുകയാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫസല്ല അലൈഹാ, ഉമർ ഖത്താബ് ആ മയ്യത്തിനെ പെണ്ണിനെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഉദുഫിന ബിൽ ബഖീഇ, ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെ ഖബറടക്കുകയാണ്. ഖബറടക്കാൻ കഴിഞ്ഞിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, മദീനയിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല പടച്ചോൻ. ഇതെന്തൊരു പെണ്ണാണ്. യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചത് തെറ്റാണെങ്കിൽ ആ പെണ്ണിനെ ഉമർ ഖത്താബ് മയ്യിത്ത് നിസ്കരിക്കോ? ഉമർ മയ്യിത്ത് നിസ്കരിച്ച് ജന്നത്തുൽ ബഖീൽ കൊണ്ടിരി കാഫിർ ഖബറടക്ക. ഇന്നത്തെ സലഫിന്റെ വാദം അനുസരിച്ച് യാ റസൂലുള്ളാഹ് വിളിച്ച കാഫിറാണ്, ഖബർസ്ഥാനിക്ക് ഉയരാൻ പറ്റാണെങ്കിൽ കൂടി കത്തിക്കണോ? ഉമർ ഖത്താബിന്റെ കാലത്ത് പെണ്ണ് വിളിച്ചപ്പോ ആ ഉമർ ഖത്താബ് മയ്യിത്ത് നിസ്കരിക്കുന്നു, ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയിട്ട് ഖബറടക്കുന്നതാണ്. ഉമർ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിന്റെ പക്കൽ ഖുർആൻ പഠിച്ചവരാ. എത്രയുണ്ട് പറയാൻ. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നേരത്തെ ചെറിയ സൂചന പറഞ്ഞില്ലേ നാസർ ഉസ്താദ്, എന്റെ മഹാന്മാരൊക്കെ ജയിലിലടക്കപ്പെട്ട സംഭവം പറഞ്ഞില്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പ്രതിപക്ഷം, ഭരണത്തിന്റെ എതിർപക്ഷം, അവർ ഉസ്മാൻ തങ്ങളെ ഖബർ കൊണ്ടുപോയി ജയിലിലടച്ചു. ഉസ്മാൻ തങ്ങളെ ജയിലിലടക്കുമ്പോൾ മഹാനായ ഉസ്മാൻ തങ്ങളാകുന്ന ഭരണാധികാരിയായ ഖലീഫയെ എതിർപക്ഷം അന്ന് കൊണ്ടുപോയി ജയിലിലടക്കപ്പെടുകയാ. പക്ഷേ ജയിലിലടക്കുമ്പോൾ ഉസ്മാൻ തങ്ങൾക്ക് നോമ്പാ. ഉച്ച നേരത്തെ ഭാര്യ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യ, റസൂലുള്ളാഹിന്റെ രണ്ട് മക്കളും വഫാത്തായതിനു ശേഷം കെട്ടിയ ഭാര്യ, മെല്ലെ ജയിലറയിലേക്ക് ഇങ്ങനെ പോയി നോക്കാൻ. ഉസ്മാൻ തങ്ങൾ ജയിലറിൽ എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു, പെണ്ണേ എനിക്ക് നോമ്പുണ്ട്, അര ഗ്ലാസ് വെള്ളം തരണം നോമ്പ് തുറക്കാൻ, എനിക്ക് മാരിവാകുമ്പോ വെള്ളം പോണം. ഉസ്മാൻ തങ്ങളെ ഭാര്യ വെള്ളം തേടിപ്പോയി. 100 ചില്ലാനം പുരയിലേക്ക് അര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി കയറി. ചോദിക്കുന്ന ഒരു പോലെ പോയപ്പോ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? നിങ്ങൾ ആരി? ഉസ്മാൻ തങ്ങളെ ഭാര്യ തരാൻ പറ്റൂല, പോയിക്കോളൂ. 100 ചില്ലാനം പുരയിലേക്ക് അര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഉസ്മാൻ തങ്ങളെ ഭാര്യ കയറി. അവസാനം അർദ്ധരാത്രിയായി, മഗ്‌രിബിനല്ലേ നോമ്പോർക്കാര്, അർദ്ധരാത്രിയായപ്പോൾ ഒരു വീട്ടിലെ ഉമ്മ ഉസ്മാൻ തങ്ങളെ ഭാര്യയാണോ, ഇങ്ങോട്ട് വരൂ, വേണ്ട വെള്ളം കൊടുത്തു. ഈ വെള്ളവുമായിട്ട് പോകുന്ന പെണ്ണ് അതാ ജയിലറയിലേക്ക് പോകുമ്പോ ഉസ്മാൻ തങ്ങൾ ഈ പെണ്ണിനെ കണ്ടപ്പോ, ഭാര്യനെ കണ്ടപ്പോ, പെഞ്ഞായിനെ കണ്ടപ്പോ ചിരിക്കുന്നു. ചിരിച്ചിട്ട് പറയുന്നു, ഉസ്മാൻ തങ്ങൾ പറയുന്നു, മോളെ എനിക്കെന്തിനാ വെള്ളോ? നിന്നെ കാണാതിരിക്കുമ്പോ ഞാൻ റസൂലുള്ളാഹിനെ വിളിച്ചു, എനിക്ക് ജയിലറയിൽ നോമ്പ് തുറക്കാൻ റസൂലുള്ളാഹ് വെള്ളം കൊണ്ട് തന്നു. റസൂലുള്ള തന്ന വെള്ളം കൊണ്ട് ഞാനങ്ങ് നോമ്പ് തുറന്നു. വഫാത്തായ റസൂലുള്ളാഹിനെ സ്വഹാബത്ത് വിളിക്കുന്നു. ഉമർ ഖത്താബിന്റെ കാലത്ത് പെണ്ണ് വിളിക്കുന്നു, ഉസ്മാൻ തങ്ങൾ വിളിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 14 നൂറ്റാണ്ടിലെ മഹാന്മാര് റസൂലുള്ളാഹിനെ വിളിച്ച ചരിത്രം പറയാറുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്ത് കിടക്കുന്നില്ല, പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. 14 നൂറ്റാണ്ടിലെ മഹാന്മാർ റസൂലുള്ളാഹിനെ വിളിച്ച മഹാന്മാരെ ചരിത്രമുണ്ട്. വിളിച്ചോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി
ഖല്ലത്ത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. 14 നൂറ്റാണ്ടിലെ മഹാന്മാര് വിളിച്ചവരാണ്. 14 നൂറ്റാണ്ടിലെ മഹാന്മാരെ ചരിത്രം എന്റെ കയ്യിലുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാന്മാരെ വിളിക്കണോ, ഖുതുബിയത്ത് ചൊല്ലണോ, ഔലിയാക്കന്മാരെ സമീപത്ത് പോകണോ, മഖ്ബറയിലേക്ക് പോകണോ, അത് ഖുർആൻ പഠിപ്പിച്ചവരാണ്. ഇനി പറയട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മദീനയിൽ തറാവി നിസ്കരിച്ചിട്ടുണ്ട്. 3 ദിവസം പരസ്യമായി നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ റസൂലുള്ള പരസ്യമായി നിസ്കരിച്ചിട്ടില്ല. എന്നാൽ റസൂലുള്ള എത്ര നിസ്കരിച്ചു? 6 റക്അത്ത് ഇവിടെ വ്യക്തമല്ല. പിന്നീട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ തറാവി നിസ്കാരം, ആ ജമാഅത്തായുള്ള നിസ്കാരം, അത് പുനർസംഘടിപ്പിച്ചു. ഉമർ ഖത്താബ് 20 റക്അത്തിന് നേതൃത്വം നൽകി. റസൂലുള്ളാഹി തങ്ങൾ എത്ര നിസ്കരിച്ചു? അതിവിടെ റക്അത്തിന്റെ എണ്ണം വ്യക്തമല്ല. എന്നാൽ റസൂലുള്ളാഹിനെ കണ്ട സ്വഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നേതൃത്വത്തിൽ മദീനയിൽ 20 റക്അത്ത് തറാവീഹ് പുനർസംഘടിപ്പിച്ചപ്പോൾ അന്ന് വഫാത്തായ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. ഉസ്മാൻ തങ്ങൾ ബാക്കിയുണ്ട്, അലിയാർ തങ്ങൾ ബാക്കിയുണ്ട്, അബൂ ഹുറൈറ ബാക്കിയുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ബാക്കിയുണ്ട്, മുആദ് തങ്ങൾ ബാക്കിയുണ്ട്, എല്ലാ ശിഷ്യന്മാരും ബാക്കിയുണ്ട്. 20 റക്അത്ത് തറാവീഹ് ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് നിലനിർത്തിയപ്പോ അത് തെറ്റാണ് എന്ന് ഒരു സഹാബിയും പറഞ്ഞില്ല. അതുകൊണ്ടല്ലേ 4 മദ്ഹബിന്റെ ഇമാമികളും ഇജ്മാ അല്ലേ തറാവി 20. പക്ഷേ അവിടെ സലഫി കട്ടു 12 റക്അത്ത് സലഫി കട്ടിട്ട് അത് 8 ആക്കി മാറ്റിയില്ലേ. ഒരു ഇമാമിന്റെ ഉദ്ധരണിയും അവർക്ക് ഇല്ല. ഇനി പറയട്ടെ ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയുടെ തൊട്ട് അതാ ഒരു കാലെടുത്ത് വെച്ച റസൂലുള്ളാഹിന്റെ പള്ളിയാണ്. അപ്പുറത്തെ ആയിഷ ഉമ്മാന്റെ വീടാണ്, ഹഫ്സ ഉമ്മാന്റെ വീടാണ്, സൗദ ഉമ്മാന്റെ വീടാണ്. എന്നിട്ടോ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ള ഇമാമത്ത് നിൽക്കുന്ന സ്വഹാബത്ത് മഅ്മൂമിങ്ങളായ മദീനയിലെ ഒരൊറ്റ ജമാഅത്തിലോ ആയിഷ ഉമ്മ വന്നില്ല, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് വന്നില്ല. പോരാ, റസൂലുള്ള വഫാത്തായതിന്റെ ശേഷം 47 കൊല്ലം ജീവിച്ച മഹദിയാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. മഹദി ജുമുഅക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പോയില്ല, സ്വഹാബത്തിന്റെ ഭാര്യമാര് പോയില്ല, മദ്ഹബിന്റെ ഇമാമികളെ ഭാര്യമാര് പോയില്ല. ഈ അടുത്ത കാലം വരെ ഒരൊറ്റ പെണ്ണും പള്ളിയിൽ പോയില്ല. എന്നാ പിന്നെ എപ്പോഴാ പോയത്? 1951 കേരളത്തിൽ പോയ പെണ്ണല്ലേ ഖദീജ കുട്ടി, ഫാത്തിമ കുട്ടി എന്ന് പറയുന്ന 2 പെണ്ണുങ്ങളല്ലേ. ഇപ്പോ ഈ അടുത്ത് ഈ 1951 അതുവരെ ഒരൊറ്റ സലഫിന്റെ ഭാര്യ പോലും പള്ളിയിൽ പോയിട്ടില്ല. മുസ്ലിം പെണ്ണ് പോയി ജമാഅത്തിന് ജുമുഅക്ക് പള്ളിയിൽ പോകല് മുസ്ലിം സംസ്കാരമല്ല. അത് റസൂലുള്ള പഠിപ്പിച്ചതല്ല, അത് സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല, അത് മഹാന്മാര് പഠിപ്പിച്ചതല്ല. വിദ്യാർത്ഥികാർ തന്റെ ഭാര്യയെ പള്ളിയിൽ കൊണ്ടുപോകുകയാ. ഇതെവിടെ നിന്ന് കിട്ടിയതാണെന്നറിയില്ല. പറയട്ടെ മുസ്ലിമീങ്ങളെ, റസൂലുള്ള മദീനത്തുണ്ടാകുന്ന സമയത്തല്ലേ കേരളത്തിലേക്ക് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ വന്നത്. അതുകൊണ്ടല്ലേ മാടായി പള്ളിയിൽ എഴുതി വെച്ചത് കാണാം, ഹിജ്റ 5 നിർമ്മിച്ച പള്ളിയാണ്. തളങ്കരയിൽ കാണാം, ഹിജ്റ 12 നിർമ്മിച്ച പള്ളിയാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബത്ത് കേരളത്തിൽ വന്നിട്ട് 10ഓളം പള്ളി, 9 കേരളത്തിലും 1 മംഗലാപുരത്തിന്റെ ഉടുപ്പി റോട്ടിലും, അങ്ങനെ 10 പള്ളികൾ നിർമ്മിച്ചിട്ട് എല്ലാ സ്വഹാബത്തും അറബിയിൽ ഖുതുബോദി അറബിയിൽ നിസ്കരിച്ചവരാണ്. അങ്ങനെയാണ് പാരമ്പര്യം, ലോക പാരമ്പര്യം അങ്ങനെയാണ്. പക്ഷേ മുസ്ലിമീങ്ങളെ ജുമുഅ ബാത്തിലാക്കാൻ
തുർക്കിയിലെ കമാൽ പാഷ എന്ന് പറയുന്ന ഒരു കള്ളുകുടിയൽ, ഒരു അക്രമി, അവന്റെ ചരിത്രം എന്റെ കയ്യിലുണ്ട്. ഒരു അക്രമിയായ കള്ളുകുടിയനായ കമാൽ പാഷ സുന്നിയായ ഖതീബ് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് മുക്രിക്ക വാളെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് മാശറ വിളിക്കുമ്പോ വാള് അവിടുത്തെ ഇമാമിന്റെ കയ്യിൽ കൊടുക്കാൻ നോക്കുമ്പോ അത് പറ്റിയിട്ട് നേരെ കയറി മിമ്പറിലേക്ക് കമാൽ പാഷ. എന്നിട്ട് തുർക്കി ഭാഷയിൽ, അതാ തുർക്കിയിൽ ആദ്യമായിട്ട് അറബിയല്ലാത്തൊരു ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നു. അന്ന് ജനങ്ങളെല്ലാം വെറുത്തിട്ട് ആ പള്ളിയിലുള്ള സുന്നികൾ മുഴുവനും ഇറങ്ങിപ്പോയി എന്ന് ചരിത്രത്തിൽ കാണാം. എന്നാ നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നാ കേരളത്തിൽ എപ്പോഴാ തുടങ്ങിയത്? അത് കേരളത്തിലെ കൊച്ചിയിലാണ് ആദ്യമായിട്ട് ഒരാൾ ഒരു സേട്ട് എന്ന് പറയുന്ന ഒരാള് കൊച്ചിയിൽ ഒരു പള്ളി നിർമ്മിച്ചിട്ട് ആ പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതണം. പക്ഷെ കേരളത്തിൽ ഒരാളെയും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതാൻ കിട്ടാതിരുന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരാളെ കൂലിക്ക് കൊണ്ടുവന്നു. ആ ബാംഗ്ലൂരിൽ നിന്ന് കൂലിക്ക് വന്ന ചങ്ങായി സേട്ടിന്റെ പള്ളിയിൽ കൊച്ചിയിൽ വെച്ചിട്ട് ആദ്യമായി ഉറുദുവിൽ ഖുതുബ നടത്തി. 50 കൊല്ലങ്ങൾക്ക് മുമ്പ്. അറബിയിലല്ല കേട്ടോ, ഉറുദുവിൽ, മലയാളത്തിൽ ഓതിട്ടില്ല, ഉറുദുവിൽ ഖുതുബ. വാടക്കൊടുന്ന ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാളെ ഖുതുബ ഓതാൻ കിട്ടിയില്ല. അങ്ങനെ അവർ ഖുതുബ പരിഭാഷ തുടങ്ങി. ഇന്ന് സലഫി പള്ളിയിൽ മലയാള ഖുതുബ. ഞാൻ എന്റെ വയല് കേൾക്കുന്നവരോട് പറയട്ടെ, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമുഅ നിസ്കരിച്ചാൽ ആ ജുമുഅ ബാത്തില, ജുമുഅ ബാത്തില. ആരെങ്കിലും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ളുഹുർ ഖളാ വീട്ടണേ, ഇല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ പഴയത് മുഴുവൻ വലിച്ചെറിഞ്ഞ്, ആശയങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് പുതിയതായി നടക്കുന്നവരാണ് സലഫികൾ. അത്തരം ബിദ്അത്തുകാരിൽ നിന്ന് ഈ സമൂഹത്തിനെ നീ കാക്കണം റഹ്മാനേ, ഈ സമൂഹത്തിനെ നീ കാക്കണം റഹ്മാനേ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ ആരോ എന്തോ പറയുമ്പോ ആ പറയുന്നതിന് പിന്നാലെ കേട്ടുപോകാതെ നമ്മളെ പാരമ്പര്യ ദീന് മുറുകെ പിടിച്ച് ജീവിക്കണം. പാരമ്പര്യ ദീന് മുറുകെ പിടിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതാണ് ശരി, ബിദ്അത്തുകാർ പറയുന്നത് പച്ചക്കള്ളമാണ്, സലഫികൾ പറയുന്നത് പച്ചക്കള്ളമാണ്. അവർക്ക് രേഖയില്ല, ആധാരമില്ല, ഒരു കിതാബിന്റെ ഉദ്ധരണിയും അവരെ കയ്യിലില്ല. സുന്നി പക്ഷമാണ്, സുന്നത്ത് ജമാഅത്തിലാണ്. അതുകൊണ്ട് കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്താതെ സുന്നത്ത് ജമാഅത്താകുന്ന അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം. നമ്മളെ ചെറിയ പിഞ്ചു മക്കളെ സലഫികളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഈമാന് നഷ്ടപ്പെടുത്തണ്ട. സലഫിന്റെ പള്ളിയിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹ്ക്ക് കൈയുണ്ട്, അല്ലാഹ്ക്ക് കാലുണ്ട്. അല്ലാഹ്ക്ക് കൈയുണ്ട്, അല്ലാഹ്ക്ക് കാലുണ്ട്. ഇതാ ഞാൻ കൊണ്ടുവന്ന് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ. അല്ലാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ഇടത് ഭാഗമുണ്ട്, ഇടത് വലത്തെ ഭാഗമുണ്ട്, അല്ലാഹ്ക്ക് ചന്തിയുണ്ട്, അല്ലാഹ്ക്ക് മൂക്കുണ്ട് എന്നൊക്കെ എഴുതി വെച്ച രേഖ എന്റെ കയ്യിലുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്തതാണ്. ഇവരെ പള്ളിയിൽ പോയിട്ട് അല്ലാഹ് ഇവിടെ മദ്രസയിൽ നമ്മളെ ബുക്ക് പഠിപ്പിക്കുമ്പോ ഒരു കാര്യം നമ്മളെ മക്കള് പറയും, ഉമ്മ നിന്റെ അല്ലാഹ് എനിക്ക് അറിഞ്ഞോട്ടോ, അല്ലാഹ്ക്ക് മൂക്കുണ്ടോ, അല്ലാഹ്ക്ക് കൈയുണ്ട്, അല്ലാഹ്ക്ക് കാലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മക്കൾ വാദിക്കുന്ന ഒരു കാലം വരുമോ? അതുകൊണ്ട് ശ്രദ്ധിക്കണോ. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കണോ, സ്വഹാബത്തിനെ മുറുകെ പിടിക്കണോ, കഴിഞ്ഞു പോയ മഹത്തുക്കളെ മുറുകെ പിടിക്കണോ, സ്വലാത്ത് നന്നായിട്ട് ചൊല്ലണോ. ഹബീബിനെ തള്ളിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. വിദ്യാർത്ഥികാർക്ക് റസൂലുള്ള വേണ്ട, ഇവിടുത്തെ സലഫിക്ക് റസൂലുള്ള വേണ്ട, അവർക്ക് ഹബീബായ തങ്ങൾ വേണ്ട. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയില്ലേ മദീനയിൽ പോയവരില്ലേ ഇവിടെ? ആ റൗദന്റെ മുന്നിലൊരു പച്ചക്കുപ്പ, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞോ പച്ചക്കുപ്പ, എത്ര സ്വാലിഹീങ്ങൾ അവിടെ വന്നു. ആ പച്ചക്കുപ്പയെ കണ്ടിട്ട് കരഞ്ഞു പോയവരല്ലേ മഹാന്മാര്. എന്നാൽ
ആ പച്ചക്കുപ്പനെ തച്ചു പൊളിക്കും എന്ന് പറഞ്ഞത് ഒരേ ഒരു നേതാവാണ്. അത് സലഫിയുടെ മൗലവിയാണ്. സൗദിന്റെ ഭരണം ഞങ്ങളെ കയ്യിൽ കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പ തച്ചു പൊളിക്കുമെന്ന് പറഞ്ഞവരാണ് ഇവിടത്തെ സലഫി. റസൂലുള്ളാഹിന്റെ ഉമ്മ ബാപ്പ കാഫിറാ, അവര് നരകത്തിലാ എന്ന് വാദിക്കുന്നവരാണ് സലഫി. മുഅ്മിനീങ്ങളെ, നമുക്കത് വേണ്ട, നമുക്ക് റസൂലുള്ള വേണം. അവിടത്തെ ഉമ്മാനെ കുറ്റം പറഞ്ഞാൽ റസൂലുള്ള ഇഷ്ടപ്പെടൂല. മുഅ്മിനീങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. കുറേ നേരമായില്ലേ? ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു. റസൂലുള്ളാഹിനെ പിടിച്ചോളൂ, ഹബീബായ തങ്ങളെ പിടിച്ചോളൂ, അവിടുത്തെ മദ്ഹ് പാടിക്കോളൂ, അവിടുത്തെ മൗലൂദ് ചൊല്ലിക്കോളൂ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കോളൂ, അവിടുത്തെ മങ്കൂസ് പാടി, അവിടുത്തെ ബുർദകൾ പാടി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു, അവിടുത്തെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി നല്ലവരായി ജീവിച്ചോളൂ. മുഅ്മിനീങ്ങളെ, റസൂലുള്ള ഇല്ലേ രക്ഷപ്പെടാൻ കഴിയില്ല. നാളെ മഹ്ശറിലെത്തിയാൽ എല്ലാ അധികാരവും നൽകപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ടല്ലാതെ രക്ഷയില്ല. അതുകൊണ്ടല്ലേ മഹാന്മാര് പാടിയില്ലേ, ശാഫി ഇമാമ് പാടിയില്ലേ, നബവി ഇമാമ് പാടിയില്ലേ, അന്തശ്ശഫീഉല്ലദീ തുർജാ ശഫാഅതുഹു അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. മുത്തായ തങ്ങളെ വിളിച്ചിട്ട് എല്ലാ ഇമാമികളും പാടിയതാണ്. ഓ നബിയേ, അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ്. അന്തശ്ശഫീ, അങ്ങ് ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ്. തുർജാ ശഫാഅതുഹു, അവിടത്തെ ശഫാഅത്താണ് ഞങ്ങൾ കൊതിക്കുന്നത്, അവിടത്തെ ശഫാഅത്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ സിറാത്ത് പാലമുണ്ടല്ലോ, അത് മുടിയേക്കാൾ നേരിയതാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. അതൊരു സിംഗിള് പാലമാണ്. നരകത്തിന്റെ മുകളിൽ അല്ലാഹു ഫിറ്റ് ചെയ്തതാണ് ഒരു സിംഗിള് പാലം, മുടിയേക്കാൾ നേരിയത്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. ആ സിറാത്ത് പാലം കാണുമ്പോ വറക്കാത്തവരില്ല, കാലുകൾ പരസ്പരം കുത്തിമുട്ടാത്തവരില്ല, കണ്ണുനീരൊലിപ്പിക്കാത്തവരില്ല. കടക്കണ്ട കാണുമ്പോ തന്നെ വറച്ചു കരഞ്ഞുപോയി. ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹ് അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. എല്ലാ കാൽപാദങ്ങളും ഇടറുന്ന നേരത്ത് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഞങ്ങളെ ശഫാഅത്ത് ചെയ്യാറുള്ളത് മുത്തുനബിയാ. മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ള ശഫാഅത്ത് ചെയ്യണോ, റസൂലുള്ള ഒന്ന് കൈപിടിക്കണോ? എന്നാൽ പറയട്ടെ, ഈ ഉമ്മത്തിൽപ്പെട്ട സലഫികൾ അവർ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തടയപ്പെട്ടവരാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തടയപ്പെട്ടവരാണ് സലഫികൾ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് തടയപ്പെട്ടവരാണ് ഇവിടത്തെ ബിദ്അത്തുകാർ.
അതുകൊണ്ട് ശഫാഅത്ത് ലഭിക്കണം. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അഹ്ലുസുന്നയിൽ അടിയുറച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെച്ച് റസൂലുള്ളാഹിനെ വിളിച്ചോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി قلت حيلتي أدركني يا رسول الله. മുത്തിനബിനെ വിളിച്ചോ, സങ്കടം പറഞ്ഞോ, ശഫാഅത്ത് തേടിക്കോ. നമുക്ക് നാളെ രക്ഷപ്പെടാം. കണ്ടതിന്റെ കേട്ടതിന്റെ പിന്നാലെ പോയിട്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തി റസൂലുള്ളാഹിക്ക് സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമർ റഹീമായ റബ്ബ് ഞങ്ങളെ സരസ് റഹ്മാനേ, ദുആക്ക് ഇജാബത്ത് നൽകണം അല്ലാഹ്. സരസ് സ്വീകരിക്കണം റഹ്മാനേ. ഒരു 3 സ്വലാത്തില്ല ഉറക്കെ ചെല്ല സ്വലാത്ത്.